ദൈവമുണ്ടോ? യഥാർത്ഥത്തിൽ നിരീശ്വരവാദത്തിന്റെ സ്ഥാനം എന്താണ്? ഇന്ത്യൻ കൊടി ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന രീതിയിലാണ് ഗാന്ധിജി വിഭാവന ചെയ്തതെങ്കിൽ നിരീശ്വരവാദികൾ റെപ്രസെന്റ് ചെയ്യപ്പെടണ്ടേ? ഐൻസ്റ്റീൻ ദൈവവിശ്വാസിയായിരുന്നു. സ്പിനോസയുടെ ദൈവം, ഐൻസ്റ്റീൻ വിശ്വസിച്ചിരുന്നതും അംഗീകരിച്ചിരുന്നതും സ്പിനോസയുടെ ദൈവമാണ്. ആ സ്പിനോസയുടെ ദൈവം ആരാണ്? യഥാർത്ഥത്തിൽ നമ്മൾ ഈ നടത്തുന്ന മതാചാരങ്ങൾക്കും ഉത്സവങ്ങൾക്കും അമ്പലം പള്ളി ഉത്സവങ്ങൾക്കും ഒക്കെ പ്രസക്തിയുണ്ട്. അങ്ങനെ വളരെ വിപുലമായ വിശദമായ ഇൻഡെപ്ത് ആയ ഒരു കോൺവെർസേഷൻ വളരെ ഇൻ്റലിജൻ്റ് ആയ ഒരു നിരീശ്വരവാദി സുഹൃത്താണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹമായിട്ടുള്ള സംഭാഷണം വെച്ചിരിക്കുന്നത്. അടുത്ത കാലത്ത് എനിക്ക് തന്നെ എന്താ പറയുക, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഒരുപാട് പോയിന്റ്സിൽ ഒരു ഇല്യൂമിനേഷൻ ഉണ്ടായി. വളരെ രസകരമായ കോൺവെർസേഷനാണ്. അദ്ദേഹം നിരീശ്വരവാദിയാണ്, ഞാൻ ഈശ്വരവിശ്വാസിയാണ്. പക്ഷേ വളരെ നല്ലൊരു കോൺവെർസേഷനാണ്. ആ കോൺവെർസേഷൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യും. ഞാനിങ്ങനെ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുമ്പോൾ ഇതേപോലുള്ള നല്ല കോൺവെർസേഷൻസ് എടുക്കാറുണ്ട്. കേട്ടു നോക്കുക, ഒരു നിരീശ്വരവാദിയായിട്ടുള്ള സംഭാഷണം. ഹലോ, പറയാം. 5 മിനിറ്റ്. സോ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള താങ്കളുടെ, ഞാൻ കുറെ കാലമായിട്ട് താങ്കളുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ്. പ്ലീസ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്കൾ എടുക്കുന്ന നിലപാട് ഞാൻ ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. കാരണം താങ്കൾ ഒരു പെസിഫിസ്റ്റ് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം പ്രശ്നങ്ങൾ എവിടെയും ഉണ്ടാവേണ്ട എല്ലാ ഐഡിയോളജിയും, താങ്കൾക്ക് ഇഷ്ടപ്പെടാത്ത എക്സ്ട്രീം ഓപ്പോസിറ്റിലിരിക്കുന്ന ഐഡിയോളജിയും താങ്കൾ അപ്രിഷിയേറ്റ് ചെയ്യുന്ന, ഐഡിയോളജിക്കലി അല്ലെങ്കിലും അത് ഐഡിയോളജി വിശ്വസിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഇതിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യത്തിൽ ഒന്ന് ചോദിക്കാനുള്ള താങ്കളോട്, താങ്കൾ ഈ ഫ്ലാഗിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതായത് സാഫ്രോൺ റെപ്രസെന്റ്സ് ഹിന്ദുസ്, ക്രിസ്ത്യൻസ് ആണെങ്കിൽ വൈറ്റ്. അപ്പോ എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, താങ്കൾ എന്തുകൊണ്ടാണ് ഇത് ഗാന്ധിജി മേ ബി അതൊരു അക്സെപ്റ്റഡ് ഡെഫിനിഷൻ അല്ലെങ്കിൽ കൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ഒരു പ്രിൻസിപ്പിൾ ആയിട്ടാണ് താങ്കൾ അത് അവതരിപ്പിക്കുന്നത്, കറക്റ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൽ വിട്ടുപോകുന്ന ഒരു കാറ്റഗറി കൂടി ഇല്ലേ, നിരീശ്വരവാദികൾ? അവരെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണ്ടേ? പ്രശ്നമൊന്നുമില്ല, ഉൾപ്പെടുത്തുന്നതിൽ പ്രശ്നമില്ല. അതായത് ഒരു നൂറ്റാണ്ട് മുമ്പ് ഈ ഡിസിഷൻ ഉണ്ടായപ്പോൾ, അതായത് ഇപ്പൊ ഏറ്റവും ഒരു സംക്ഷിപ്ത രൂപത്തിൽ നമ്മുടെ കൊടിയുടെ ചരിത്രം പറയാം. നമുക്ക് ഒരുപാട് നമ്മുടെ കൊടികൾ, മാഡം കാമയടക്കം ഒരുപാട് കൊടികൾ സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ഒരു ട്രാക്കിൽ എത്തിയില്ല. ഗാന്ധിജിയോട് കൊടി എന്ന ഐഡിയ പറയുന്നത് പിങ്കാളി വെങ്കയ്യ എന്നൊരു വ്യക്തിയാണ്. ഗാന്ധിജി കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് മസൂളി പട്ടണം, ഇന്നത്തെ ഒരു ആന്ധ്ര നോക്ക് കൂട്ടാം, അവിടത്തെ പിങ്കാളി വെങ്കയ്യ എന്നോട് ഒരുപാട് കാലമായി ഒരു കൊടിയെ കുറിച്ച് പറയുന്നു. ആ കൊടിയെ കുറിച്ച് നമുക്കൊരു നല്ലതാണ്, ഇങ്ങനെ ഒരു ഐഡിയ നല്ലതാണ്. ആ കൊടി എന്ന് പറഞ്ഞാൽ ഒരു ആശയമാണ്, അതൊരു ആദർശമാണ് എന്നൊക്കെ പറഞ്ഞ് ഗാന്ധിജി പറയുന്നു. എന്നിട്ട് ഗാന്ധിജി പറയുന്നത് 2 കളേഴ്സിൽ നമുക്ക് ആദ്യം ഇത് ചെയ്യാം. ഒരു റെഡിഷ് ഓക്രെ, അതായത് സാഫ്രൻ, കടുത്ത കുങ്കുമം എന്നൊക്കെ പറയുന്ന റെഡിഷ് ഓക്രെ, പച്ച, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും റെപ്രസെന്റ് ചെയ്യാം. കാര്യം അന്ന് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ ഏകദേശം 1% താഴെയാണ്. ഇന്ന് പോലും 2-3% ഉള്ളൂ. അന്ന് 1% താഴെയാണ്. ക്രിസ്ത്യാനികളും മറ്റു ന്യൂനപക്ഷങ്ങളും ആദ്യം ഗാന്ധിജിയുടെ മനസ്സിൽ വന്നില്ല. ഇത് തെറ്റായിരുന്നു, ഗാന്ധിജിക്ക് പറ്റിയ തെറ്റാണ്. പിന്നീട് ചില ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് മൗലാന അലി ആണ് ഗാന്ധിജിയോട് പറയുന്നത്, മഹാത്മാവേ, നമ്മൾ 2 മാത്രമല്ലല്ലോ, ബാക്കിയുള്ളവരും ഈ നാട്ടിലുണ്ട്. അങ്ങനെ ഗാന്ധിജിക്ക് തനിക്ക് ഒരു തെറ്റ് വന്ന് തിരിച്ചറിയുന്നത്. പിന്നീട് ഗാന്ധിജി ഒരു ഘട്ടത്തിൽ ആദ്യ നിറമായിട്ട് വെളുപ്പ് വരെ ആലോചിച്ചു. ഞാൻ പറയണ കേൾക്കാമോ? ചെറുതായിട്ടൊന്ന് ഡിസ്കണക്ട് വന്നു, പറഞ്ഞോളൂ. അതായത് ഗാന്ധിജി പിന്നീട് ഇടയ്ക്ക് വെളുപ്പ് ആദ്യ കളറായിട്ട് വരെ ആലോചിച്ചു. കാര്യം ഏറ്റവും ന്യൂമറിക്കലി കുറവായവര് മേളില്, അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷം അല്ലെങ്കിൽ രണ്ടാമത്തെ വലിയ ഭൂരിപക്ഷം, അതായത് മുസ്ലിങ്ങൾ, മൂന്നാമത് നമ്മൾ ഹിന്ദുക്കൾ. ഈ രീതിയിലാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത്. അപ്പം ഇനി തീർന്നില്ല, അങ്ങനെ നിരീശ്വര ചോദ്യത്തിലേക്കാണ് വരുന്നത്. പിന്നീട് നമ്മുടെ ഇത് എന്നിട്ട് രസകരമായ ഒരു ചരിത്രം കൂടിയുണ്ട്. 31-32 കാലഘട്ടങ്ങളിൽ കോൺഗ്രസിലെ 7 അംഗ വർക്കിംഗ് കമ്മിറ്റി, ഫ്ലാഗിനെ കുറിച്ചുള്ള വർക്കിംഗ് കമ്മിറ്റി, ഇന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അത്ഭുതം തോന്നും. സാക്ഷാൽ പണ്ഡിറ്റ് നെഹ്റു, ഇടത് നിരീശ്വരവാദിയായ ലിബറൽ പ്രോഗ്രസീവായ നെഹ്റുജി ഒരു കാവി പതാക ഇന്ത്യക്ക് മതി എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതായത് ചുമ്മാ സംസാരമല്ല, ചിന്തിച്ചതല്ല. അദ്ദേഹം അടക്കമുള്ള 7 അംഗ കമ്മിറ്റി അവസാനം ഒരു സാഫ്രൻ ഫ്ലാഗും ഒരു നമ്മുടെ ചർക്കയും മതി എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഗാന്ധിജിയാണ് അതിനെ എതിർക്കുന്നത്, അത് പറ്റൂല, ഈ ബഹുസ്വരതയും മതസൗഹാർദ്ദവും വേണമെന്നും. പിന്നീട് ചർക്ക ചക്രമാകുകയാണ്. അങ്ങനെ നെഹ്റുജി ഒരു ബാലൻസ് ചെയ്ത് പറയുന്നത് ചർക്കയും ചക്രവും ഒന്നാണ്. അത് ചെയ്യുന്നതിന്റെ കാര്യം ഇപ്പം താങ്കൾ പറഞ്ഞ ഒരു ആംഗിളും കൂടെ ആഡ് ചെയ്യാൻ, അതിനൊരു ബുദ്ധിസ്റ്റ് എലിമെന്റും. കാര്യം അശോക ചക്രം ബുദ്ധനുമായിട്ട് അസോസിയേറ്റ് ഇരിക്കുന്നതാണല്ലോ. പിന്നെ ബ്ലൂ കളറാണ് ദളിത് പിന്നോക്ക സമൂഹങ്ങൾ കൂടുതലായി യൂസ് ചെയ്യുന്നതും മറ്റും. അപ്പം ഈ എലിമെന്റ്സ് ആണ് വന്നത്. നിരീശ്വരവാദം ഒരു വലിയ ഫോഴ്സായി വന്നില്ല, എന്നാൽ പകരം
മതവും വിശ്വാസവും സമുദായവും എന്നുള്ളത് മാത്രമാകരുത് ഒരു പുരോഗമനപരമെന്നോ അല്ലെങ്കിൽ പുരോഗമനപരമോ നിന്ന് വിളിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ആംഗിൾ വേണം എന്ന ചിന്തയിലാണ് ഈ ബ്ലൂ കളറും ചർക്കയും, ബ്ലൂ കളർ മുമ്പുണ്ട്, എന്നാലും ചർക്കയും ചക്രവും അശോക ചക്രവും ഒക്കെ വന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തത്. ഓക്കെ, താങ്കൾ പറയണത് വേണമെങ്കിൽ ആ ബ്ലൂ മീൻസ് ബുദ്ധിസം എന്ന് പറയുന്നത് ഓക്കെ ഒരു നോൺ തീയിസ്റ്റിക് ആണല്ലോ, ദൈവം അല്ലല്ലോ ബുദ്ധൻ. ശരിക്കും ടെക്നിക്കലി സ്പീക്കിംഗ് ദൈവമല്ല. ബുദ്ധിസമാണല്ലോ വേൾഡിലെ ആദ്യ ഒരുപക്ഷെ അഗ്നോസ്റ്റിക് എന്നാണ് വിളിക്കുന്നത്. തീയിസ്റ്റിക് അല്ല, ദൈവവിശ്വാസം ഉണ്ടെന്നും പറയുന്നില്ല, നിരീശ്വരവാദം ഒന്നും പറയുന്നില്ല. പകരം ഈശ്വരനെ കുറിച്ച് അഗ്നോസ്റ്റിക് ആയിട്ടൊരു നിലപാടാണ് എടുക്കുന്നത്. ഓക്കെ, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ, ലൈക്ക് ഇത് ചേർത്തിട്ട് തന്നെയാണ്. താങ്കൾ സെക്യുലറിസ്റ്റിനെ രണ്ട് രീതിയിലുള്ള ഒരു ഡെഫിനിഷൻ പൊതുവെ കാണാറുണ്ട്. താങ്കളാണ് അത് ഈ മതസൗഹാർദ്ദം എന്നൊരു നിലയിൽ താങ്കൾ അത് അവതരിപ്പിച്ച് കാണുന്നുണ്ട്. ഒരു ലെഫ്റ്റിലേക്ക് താങ്കളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ലെഫ്റ്റിലോട്ട് പോകുന്ന മീൻസ് ലെഫ്റ്റ് കാറ്റഗറി, പൊളിറ്റിക്കലി ലെഫ്റ്റ് ആയിട്ടുള്ളവർ അതിനെ റെപ്രസെന്റ് ചെയ്യണം, മീൻസ് അതിനെ ഡിഫൈൻ ചെയ്യണത് ഒരു മതേതരം എന്നുള്ള, അതായത് ഞാൻ മതേതരത്വത്തെ എതിർക്കുന്ന ആളാണ്. ഞാൻ പകരം മതസൗഹാർദ്ദം വേണമെന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താങ്കളുടെ അതേ ഡെഫിനേഷൻ വെച്ച് ചോദിക്കുകയാണെങ്കിൽ താങ്കൾ മതസൗഹാർദ്ദം പറയുമ്പോൾ താങ്കൾ അവിടെ എങ്ങനെയാണ് നിരീശ്വരവാദികൾ ഫിറ്റ് ഇൻ ആവുക? അല്ല, നിരീശ്വരവാദികൾ എന്താ പറയുക, അതും ഒരു ആശയധാരയായിട്ട് എടുത്താൽ മതി. അതായത് സാധാരണഗതിയിൽ നിരീശ്വരവാദം എന്തുകൊണ്ടാണ് ഇതിൽ പ്രോമിനന്റ് ആയി വരാത്തതെന്ന് പറഞ്ഞാൽ, ലോകത്തെ ഒരു രാജ്യത്തും നിരീശ്വരവാദം ഒരു സ്ട്രോങ് ഫോഴ്സ് അല്ലല്ലോ, അതായത് സ്ട്രോങ് സോഷ്യൽ ഫോഴ്സ് അല്ലല്ലോ. പ്രത്യേകിച്ച് കഴിഞ്ഞ 50 വർഷങ്ങളിലാണല്ലോ കുറെ കൂടെ പ്രോമിനൻസ് നിരീശ്വരവാദത്തിന് വന്നത്. എസ്പെഷ്യലി യൂറോപ്പിൽ ഒരുപാട് പേര് വിശ്വാസം വിടുമ്പോഴാണല്ലോ ഇതിനൊരു പ്രാധാന്യം വന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ നിരീശ്വരവാദികളുണ്ട്. ഉദാഹരണം, വലിയ കൗതുകം, പാകിസ്ഥാന്റെ ഫാദർ ഓഫ് ദി നേഷനായ ജിന്ന മുസ്ലിമാണ്, പക്ഷേ നിരീശ്വരവാദിയാണ്. ഹിന്ദുത്വത്തിന്റെ പിതാവോ അല്ലെങ്കിൽ പ്രചാരകനോ ആയ വീര സവർക്കർ നിരീശ്വരവാദിയാണ്, പക്ഷെ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ആളാണ്. ഇതൊന്നും നിരീശ്വരവാദം ഒരു ചാലക ശക്തി അഥവാ സോഷ്യൽ മൊബിലൈസിംഗ് ഫോഴ്സ് ലോകത്തൊരിടത്തും വലിയ രീതിയിലാകുന്നില്ല. ഒരു കാര്യം കൂടെ പറയുമ്പോൾ അങ്ങേ കൺവിൻസ്ഡ് ഇതിന്റെ ഒരു കൗതുകം. നിരീശ്വരവാദിയാണെന്നാണ് താങ്കൾ സെൽഫ് ഐഡന്റിഫൈ ചെയ്യുന്നെങ്കിൽ റിച്ചാർഡ് ഡോക്കിൻസ് ഒക്കെ ഇടയ്ക്ക് ഒരു മിലിറ്റന്റ് എത്തീസത്തെ കുറിച്ച് പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല ആ സ്പീച്ച്. അതെ, മിലിറ്റന്റ് എത്തീസം, അതായത് നമ്മൾ കുറെ കൂടെ ഓർഗനൈസ് ചെയ്യണമെന്നൊക്കെ. ലോകത്ത് കൂടുതൽ ആൾക്കാരും, അതായത് ഒരു പ്രൊപ്പോർഷൻ എടുത്താൽ മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ്. ഇനിയും വിശ്വാസികൾ കഴിഞ്ഞാൽ വിശ്വാസം, മറ്റേ ശ്രീനിവാസൻ ചിന്താവിഷ്ടയായ ശ്യാമളേര് പറയുന്നത് പോലെ ശ്രീനിവാസന്റെ ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. ഇനിയും പ്രാർത്ഥിച്ചേക്കാം, ഇനി അവസാനം ചെന്ന് ദൈവം ഉണ്ടെങ്കിലോന്നോ, അല്ലെങ്കിൽ പകുതി വിശ്വാസികളോ, അങ്ങനെ സൗകര്യത്തിന് വിശ്വസിക്കുന്നവരോ കൺവീനിയന്റ് ബിലീവേഴ്സോ ഒക്കെയാണ്. ഈ സ്റ്റാൻഡാണ് പലർക്കും. ഇപ്പൊ നിരീശ്വരം നമ്മുടെ നാട്ടിൽ വലിയ നിരീശ്വരവാദികളുണ്ട്. ഉദാഹരണം, നമ്മുടെ സനൽ ഇടമറുക് സാർ, നമ്മുടെ ഹെഡമറുക് സാറിന്റെ മോൻ. ഞാൻ അദ്ദേഹത്തെ എനിക്ക് വലിയ ഇഷ്ടവും ആദരവുള്ള വ്യക്തിയാണ്. ഞാൻ ഫിൻലാൻഡ് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. ഭയങ്കര സ്കോളറാണ് അദ്ദേഹം. നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ രവിചന്ദ്രൻ സാറാണ് പിന്നെയും നിരീശ്വരവാദത്തിനൊരു ബ്രാൻഡ്, അല്ലെങ്കിൽ സോഷ്യൽ വിസിബിലിറ്റി അഗ്രസീവ് സ്പീച്ചസിലൂടെയും മറ്റും കൊണ്ടുവന്നത്. പിന്നെ പുതിയ കാലത്ത് നിരീശ്വരവാദികളുണ്ട്. നമ്മുടെ ലിയാഖത്തുണ്ട്, ഹാരിഫുണ്ട്, ജബ്ബാർ മാഷുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇത് ഇപ്പൊ ഉദാഹരണം, കാരശ്ശേരി മാഷ് വിശ്വാസം വിട്ടൊരു വ്യക്തിയാണ്, പക്ഷേ അദ്ദേഹം ഓപ്പൺലി നിരീശ്വരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടില്ല. കുറച്ചൊരു അഗ്നോസ്റ്റിക് ഫേമസ് ഒരു കോട്ട് ഉണ്ടായിരുന്നു, പുള്ളി തന്നെ പറഞ്ഞത്. അത് ബുദ്ധന്റെ കോട്ടായിട്ടാണ് പുള്ളി അത് അവതരിപ്പിക്കുന്നത്. അതായത് എന്താണത്, I am not worried about the mysteries of God. I am only worried about the miseries of man. ആയിരിക്കണം, അത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പോ ഈ ഒരു ധാരയാണ്. ഇനിയും അങ്ങ് സാറിന്റെ പേരെനിക്കറിയില്ല, അപ്പൊ യഥാർത്ഥത്തിൽ ഹിന്ദു ആണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ പറഞ്ഞാൽ അള്ളാഹു പോലെ, യഹോവ പോലെ നമുക്കൊരു ദൈവസങ്കല്പം തത്തുല്യമായിട്ട് ഇല്ല. പിന്നെയും അടുത്ത് നിൽക്കുന്നത് ഒരു പരബ്രഹ്മം എന്ന് പറയുന്ന സങ്കല്പമാണ്. പക്ഷെ ആ പരബ്രഹ്മം എന്ന് പറയുന്നത് അള്ളാഹുവിനെ പോലെയോ യാഹുവെ പോലെയോ പ്രിഫറൻസുകളുള്ള ആളല്ല. പരബ്രഹ്മം നമ്മളോട് എന്തെങ്കിലും, മിക്കവാറും നിർഗുണ പരബ്രഹ്മം നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, സഗുണവും ഉണ്ട്. അപ്പൊ നമ്മുടെ ദൈവസങ്കല്പങ്ങളും സെമിറ്റിക് ദൈവസങ്കല്പങ്ങളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഒന്ന് ശരിയോ ഒന്ന് തെറ്റോ എന്നല്ല, വ്യത്യാസമുണ്ട്. നമ്മളുടെ ഒരു പോളിതീയിസ്റ്റിക് ഫ്രെയിംവർക്കാണ്, ബഹുദൈവ വിശ്വാസ ഫ്രെയിംവർക്കാണ്. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും ഒരു മോണോതീയിസ്റ്റിക് ആണ്. അപ്പം ഇത് രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ അത്ര പെട്ടെന്ന് മതത്തിൽ ഫെനറ്റിക് ആവില്ല.
പക്ഷേ ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡെപ്ത് പല കാര്യങ്ങളിലും ഇല്ല, നമുക്ക് വേണ്ട രീതിയിൽ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഇല്ല. സെമിറ്റിക് റിലീജിയൻസിന്റെ ഗുണം നല്ല ബേസ് ഡിസിപ്ലിൻ ഉണ്ട്, പക്ഷെ ചിലപ്പോ എളുപ്പം ഫെനറ്റിക് ആവും. എളുപ്പം എന്ന് അല്ല പറഞ്ഞാൽ രാഹുൽ, എനിക്ക് രാഹുലിനെ വിളിച്ചോട്ടെ? സോ രാഹുൽ, ഞാൻ എന്താ പറയുക ഉദ്ദേശിക്കുന്നത്, സോ ഇതിന്റെ ഇപ്പൊ ഞാൻ മതങ്ങളോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ അതിന്റെ പല ഡയമെൻഷൻസും താങ്കൾ പറയണത് ഞാൻ 10-15 വർഷമായിട്ട് താങ്കളെയും കേൾക്കുന്നുണ്ട്, പലതും കേൾക്കാറുണ്ട്. സോ എന്റെ ഒരു വ്യൂ എന്താ വെച്ചാൽ എനിക്ക് താല്പര്യമില്ല, പക്ഷെ എനിക്ക് അത് എന്താ പറയാ, അങ്ങനെ എനിക്ക് ഡിഗ്നിറ്റിയോടെ ഈ രാജ്യത്ത് ജീവിക്കണം. അതിന് ഈ മതത്തിന്റെ ഒരു അതിപ്രസരം പലപ്പോഴും കടന്നുകൂടാറുണ്ട്. അതൊരു ഇഷ്യൂ ആണ്. കറക്റ്റ് ആണ്. അപ്പൊ നമ്മള് ഈ എന്നെ പോലുള്ള കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. താങ്കൾ പറയുന്നത് ശരിയാണ്. നമ്മൾ വളരെ മിനിസ്ക്യൂൾ മൈനോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ആയിരിക്കും. പക്ഷെ അത് എന്താ പറയാ, പക്ഷെ നമ്മളും ഉണ്ടല്ലോ ഇവിടെ. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഈ ചാർവാകന്മാരെയൊക്കെ വേണമെങ്കിൽ കോട്ട് ചെയ്യാലോ ഹിസ്റ്റോറിക്കലായിട്ട്. അങ്ങനെ തന്നെയാണ് ചാർവാകന്മാർ, അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ്, ഒരു ജസ്റ്റ് ഇതുപോലെ പറയുന്ന സജഷൻ പോലെ, അപ്പൊ താങ്കൾ ഈ മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ നിരീശ്വരവാദി, അതായത് മതമില്ല, മതം വേണ്ട, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ അതിന് തെളിവുകളില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ നിൽക്കില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ എന്താ പറയുക സെക്യുലറിസത്തിന്റെ താങ്കളുടെ ഡെഫിനിഷൻ എങ്ങനെയാണ് നമ്മൾ ഞാൻ അതുകൊണ്ടാണ് സെക്യുലറിസം എന്ന വാക്കിനെ കാട്ടി കുറച്ചുകൂടെ കറക്റ്റ് ഒരു വാക്ക് പ്ലൂറലിസം ആണ്. ബഹുസ്വരത. ബഹുസ്വരത, ഈ ബഹുസ്വരതയെ തന്നെയാണ് ഈശ്വരവിശ്വാസം അല്ലാത്തൊരു ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയാൻ, ഞാൻ ചിലപ്പോഴെങ്കിലും പറയുമ്പം ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും നമുക്കൊരു ബാലൻസ് പിടിച്ചു പോകണം. ഈ ബാലൻസിലാണ് ഈ ബാലൻസിലാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നിലപാടിൽ വെള്ളം ചേർക്കരുത്, നേരെ തിരിച്ച് മറ്റവന്റെ വിശ്വാസത്തെ കടന്നാക്രമിക്കരുത്, എന്നാൽ അവൻ പറയുന്ന കാര്യം ആദരിക്കണം. ഞാൻ അങ്ങനെ അങ്ങേക്ക് എന്താ പറയുക, ഞാൻ പ്രാക്ടിക്കലി ചെയ്തൊരു കാര്യം പറയാം, സോ ദാറ്റ് ഇറ്റ് വിൽ ബി കണക്ടിങ് ടു യു. ഈ മകരവിളക്ക് മകരജ്യോതി എന്ന് പറയുന്ന ശബരിമലയിലെ വിഷയം, അതായത് ഏറ്റവും കോടിക്കണക്കിന് ആൾക്കാരെ നേരിട്ട് ബാധിക്കുന്ന വിശ്വാസ സംബന്ധമായ ഒരു വിഷയമാണ്. അപ്പോ ഇത് യഥാർത്ഥത്തിൽ ഞാനിത് പഠിക്കാൻ പോയത് ധനുവച്ചുപുരം സുകുമാരൻ ഒരാളുടെ, അറിയാവുന്നറിയില്ല, കേരളത്തിലെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലെ ഒരു പ്രധാനിയായിരുന്നു പണ്ട്. ഇപ്പൊ എന്താണ് പേര്? ധനുവച്ചപുരം സുകുമാരൻ, കേരള യുക്തിവാദി സംഘത്തിന്റെ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് കലാനാഥൻ മാഷ് നല്ലതാ. കലാനാഥൻ മാഷിനെയും സല്ലടമറി സാറിനെയാണ് എനിക്ക് ഒരു കുറച്ചുകൂടെ ബഹുമാനം. കാര്യം അവര് വൈകാരികപരമായി ചലഞ്ച് ചെയ്യാനല്ല, ബുദ്ധിപരമായി ചലഞ്ച് ചെയ്യാനാണ് നോക്കുന്നത്. അതായത് അവർ ഇന്റലക്ച്വലി ചലഞ്ച് ചെയ്യും. കലാനാഥൻജിയുടെ വലിയ ഫേമസ് ഒരു കോട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, വിശ്വാസികളെ വികാരപരമായി പ്രകോപിക്കുകയല്ല, വിചാരപരമായി വെല്ലുവിളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തോട്ട് വൈസ് വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ധനുവച്ചരം സുവാരൻജിയുടെ വീട്ടിൽ പോയി, ഞാൻ അവസാനം ഒരു കൺസെൻസ് കണ്ടെത്തി. അതായത് മകരജ്യോതി ഞങ്ങൾ വിശ്വാസികൾ പറയുന്നത് ദൈവം കത്തിക്കുന്നതെന്നാണ്, മകരവിളക്ക് ദൈവം കത്തിക്കുന്നതെന്നാണ്. പക്ഷേ നിരീശ്വരവാദികളും യുക്തിവാദികളും പറയുന്നത് അങ്ങനെയല്ല, പോലീസും വനംവകുപ്പും ചെയ്യുന്നു എന്നാണ്. അപ്പൊ യഥാർത്ഥത്തില് മകരജ്യോതി എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ്, സിറിയസ് ബി. മകരവിളക്കെന്ന് പറയുന്നത് ആദിവാസികൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആചാരമാണ്. അവിടെ പോലീസുകാരും ദേവസ്വം ബോർഡും കൂടെ കയ്യേറി ട്രൈബൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അവിടുത്തെ യഥാർത്ഥ ഇഷ്യൂ. അവിടുത്തെ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങളെ ഇവരവിടെ നിന്ന് അടിച്ചോടിക്കുകയും ആ സ്ഥലവും സ്ഥാനങ്ങളും എടുക്കുക, ഇതാണ് അതിന്റെ കോർ ഇഷ്യൂ. അപ്പോ ഈ ഒരു ബാലൻസ് വരുമ്പോ നിരീശ്വരവാദികൾക്കും പ്രശ്നമില്ല, അവരുടെ യുക്തിയും സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങൾ വിശ്വാസികൾക്കൊരു വേ ഔട്ടാണ്, നമ്മളും ചെയ്യുന്നത് തെറ്റല്ല, വേറെ എന്താ ചെയ്യുക, വേറെ പ്രാക്ടിക്കലി വാട്ട് എൽസ് ഈസ് ദ സൊല്യൂഷൻ? നാളെ മുതൽ ഈ കോടിക്കണക്കിന് വിശ്വാസികളോട് ഇല്ല സോറി നമ്മൾ ഇനി നാളെ മുതൽ മകരവിളക്ക് 3 തവണ തെളിയിക്കുന്നില്ല എന്ന് പറയാൻ പറ്റൂ? ഇല്ലല്ല, അത് തീർച്ചയായിട്ടും. പക്ഷെ അറിഞ്ഞോ അറിയാണ്ടെയോ, ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്നോടും അടക്കം എന്റെ ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാമോ? അതിന്റെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ഹിന്ദുക്കൾക്ക്, നമ്മൾ വാക്ക് ഉപയോഗിക്കുന്ന വേറെ കൊണ്ടല്ല, ഹിന്ദു കുടുംബങ്ങളിൽ അതെ, നമ്മൾ ഹിന്ദുക്കൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താ അറിയാമോ? ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ നമുക്ക് ആഴ്ചതോറുമുള്ള ഗ്യാതറിങ്ങിനോ ചോദ്യം ചോദിക്കാനോ ഉത്തരം തേടാനോ ഉള്ള ഇടമില്ല. ഞാൻ അങ്ങേക്ക് അത് കൺവിൻസ് ചെയ്യാൻ കൗതുകമുള്ളൊരു ചോദ്യം ചോദിക്കാം. അങ്ങേക്ക് ദൈവവിശ്വാസം ഒന്നും വേണ്ട, പക്ഷേ ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് യേശു ക്രിസ്തു, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് ശേഷം അദ്ദേഹത്തെ ദൈവമായിട്ട് കാണാം, ദൈവപുത്രനായിട്ട് കാണാം, അവതാരമായിട്ട് കാണാം, മനുഷ്യനായിട്ട് കാണാം. പക്ഷേ യേശുവിന്റെ ക്രൂസിഫിക്ഷനും കാര്യങ്ങളും ഒക്കെ ലോക ചരിത്രത്തെ മാറ്റിമറിച്ച സംഭവങ്ങളാണെന്ന് ആരും തർക്കിക്കില്ലല്ലോ. കാര്യം അതുകൊണ്ട് 10-100-125 ഇൻഫ്ലുവൻഷ്യൽ ആണ്. യേശു ക്രിസ്തു എത്ര വർഷം മുമ്പ് ജീവിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ താങ്കൾക്കും എനിക്കും വിശ്വാസിക്കും അവിശ്വാസിക്കും എല്ലാം അറിയാം, ഏകദേശം 2000 വർഷം മുമ്പാണ്. ഇനി അടുത്ത ചോദ്യം, ഞാനും താങ്കൾ മലയാളികളാണല്ലോ, നമ്മുടെ നാട്ടിൽ ജനിച്ച പ്രധാനപ്പെട്ട ദൈവസങ്കല്പങ്ങളിൽ ഒന്നായ അയ്യപ്പൻ, ഈ അയ്യപ്പൻ എത്ര കാലം മുമ്പാ ജനിച്ചേ?
പോട്ടെ നമ്മൾ താങ്കളുടെ തന്നെ ഇതെന്നാണ് ഞാൻ അത് കേട്ടിട്ടുള്ള ആദ്യമായിട്ട് വാർഡ് ആൻഡ് കോർണർ റിപ്പോർട്ട് അല്ലെ, അങ്ങനെ എന്തോ അതില് കൊണ്ട് 1000 ബ്രിട്ടീഷ് years കാലത്ത് ഏകദേശം ഒരു 950 1000 എന്ന് കൂട്ടാം 1000 years. റൗണ്ട്. പോട്ടെ, മഹാബലി നമ്മളിപ്പോ ഓണം ആഘോഷിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു മലയാളികളെല്ലാം നിരീശ്വരവാദിയാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ഒക്കെ ഓണം ആഘോഷിക്കുകയോ ഓണം ഊണ് കഴിക്കുകയോ സദ്യ കഴിക്കുകയോ ക്രിസ്മസ് എല്ലാം എല്ലാം ആഘോഷിക്കുന്നവരല്ലേ. ഈ അതെ. ഓണം മഹാബലി ആ. ആരാണ് ഈ മഹാബലി? മഹാബലിയുടെ അച്ഛന്റെ അമ്മയുടെയും പേരെന്താ? മഹാബലിയുടെ സ്ഥലം എവിടെയാണ്? ഐതിഹ്യമായിട്ടാണ് നമ്മൾ ഹിസ്റ്റോറിക്കലി പഠിച്ചത് കുട്ടി. അല്ല, അതെനിക്കറിയില്ല. ഹിസ്റ്റോറിക്കലി. പക്ഷെ ഞാൻ ഇപ്പോഴും മലയാളം പഠിച്ചത് ഓർമ്മയില്ല. എനിക്ക് അതായത് നമ്മൾ ശരിക്കും കുറച്ച് പഴംപുരാണങ്ങളാ പഠിക്കുന്നത്. നമ്മൾ ശരിക്കും ഐതിഹ്യം എന്ന പേരിൽ കൺസ്യൂം ചെയ്യുന്നത് കുറച്ച് ഓൾഡ് മിത്തോളജിക്കൽ സ്റ്റോറീസ് വിത്തൗട്ട് എനി ഹിസ്റ്റോറിക്കൽ ബേസ് ആണ്. കുറച്ച് ഹിസ്റ്റോറിക്കൽ എലമെന്റ്സും ഉണ്ടാവില്ല, അല്ല, ഒരുപാട് ഹിസ്റ്റോറിക്കൽ എലിമെന്റ്സ് ഉണ്ട്. ഞാനത് പറയാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കാരണം ഞാൻ ഒരുപാട് മഹാബലിയെ കുറിച്ച് വായിച്ചത്. താങ്കൾക്ക് കൗതുകമുള്ളൊരു കാര്യം കൂടെ പറയാം, വിച്ച് യു ക്യാൻ കണക്ട് ലോജിക്കലി. മഹാബലിയുടെ മോന്റെ പേരിൽ കേരളത്തിൽ ഇന്നും ഒരു ഡാം വരെയുണ്ട്. അതാണ് ബാണാസുര സാഗർ ഡാം. മഹാബലിയുടെ അച്ഛന്റെ പേര് വിരോചനൻ എന്നാണ്, അമ്മയുടെ പേര് വിന്ധ്യാവലി എന്നാണ്. അമ്മയുടെ പേര് ദേവാംബ എന്നാണ്, ഭാര്യയുടെ പേര് വിന്ധ്യാവലി എന്നാണ്. ഇനി അടുത്തൊരു കൗതുകം കൂടി പറയാം, വിച്ച് എത്തീസ്റ്റ് ഇഫ് ഹീസ് ലെഫ്റ്റ് ലീനിങ് മേ കണക്ട്. യഥാർത്ഥത്തിൽ ഗാന്ധിജി രാമരാജ്യം പറയുന്നുണ്ടല്ലോ, എല്ലാ വെൽഫെയർ സ്റ്റേറ്റ് പറയുന്നുണ്ടല്ലോ, അതാണ് രാമരാജ്യം. ഗാന്ധിജി രാമരാജ്യം പറയുന്നതിന് മുമ്പ് രാമരാജ്യത്തെ പോലൊരു കോൺസെപ്റ്റ് മുമ്പോട്ട് വെച്ചതാണ് മഹാത്മാ ഭൂലെ, ദളിത് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആൾ. പുള്ളിയുടെ സങ്കല്പത്തിന്റെ പേര് ബലിരാജ്യം എന്നാണ്. അതായത് ബലിരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാബലിയുടെ രാജ്യം. ശരിക്കും മഹാരാഷ്ട്ര മുതൽ കേരളം വരെ ഭരിച്ചിരുന്ന അസുര ഇൻ കോട്ട്സ് ആണ് പിന്നോക്ക വിഭാഗത്തിന്റെ രാജാവായിരുന്നു ഈ മിസ്റ്റർ ബലി. അപ്പോ അത് ഈ ദളിത് ചിന്തകർ പറയുന്നത് കറക്റ്റ് ആണ്. ഒരു ഹിസ്റ്റോറിക്കൽ, അതായത് വാമൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രാഹ്മൺ എന്നാണ്. അന്ന് ഈ കാസ്റ്റ് ക്ലാഷസും മറ്റും ഉണ്ടായിരുന്നു. അതൊരു ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിയാണ്, നമുക്ക് ഡിനൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോ ഈ മഹാബലി യഥാർത്ഥത്തിൽ അങ്ങനെ ഈ അവരുടെ ഭാഷയിലാണ് പറയുന്നത്, ദളിത് പിന്നോക്ക ബഹുജനങ്ങളുടെ വലിയൊരു രാജാവും ഇദ്ദേഹത്തെ ഭരണത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ. അത് ചരിത്രത്തിൽ നോക്കിയാൽ കൗതുകം. ഇതിന്റെ ഹിസ്റ്റോറിക്കൽ വാലിഡിറ്റി എങ്ങനെയാണ് താങ്കൾ? രണ്ട് മൂന്ന് രീതികളിൽ. ഒന്ന്, ഇത് ഇന്നും ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ നറേറ്റീവ് അഥവാ അവരുടെ ഹിസ്റ്റോറിസിറ്റി എടുത്തു നോക്കിയാൽ ഇത് വളരെ വ്യക്തമായി കാണാം. അതായത് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറയാം, സോ ദാറ്റ് ഈസി ടു പ്രൂഫ് എന്ന് പറയുന്ന രീതിയിൽ. ഒന്ന്, മഹാത്മാ ഭൂലെയുടെ ആംഗിൾ. അതായത് മഹാരാഷ്ട്രയില് വലിരാജ, ഈ വായും ബായും മാറി മാറി വരും. അതാണ് ഈ വന്ദേ മാതരം ബന്ദേ മാതരം എന്ന് മാറി മാറി വരുന്നത്. ഈ ബലിരാജ ഈസ് കൺസിഡേർഡ് എ ഹീറോ. ഇനിയും രണ്ട്, അസുരനും ദേവനും. നമ്മൾ ചെറിയ പ്രായം തൊട്ട് പഠിക്കുമല്ലോ, അസുരൻ ചീത്ത, ദേവൻ നല്ലത് എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇറാനികളെ നോക്കിയാൽ, പഴയ സൊറാസ്ട്രിയന്മാരെ നോക്കിയാൽ, ദേവൻ എന്ന വാക്കിന്റെ അർത്ഥം ചീത്തതെന്നും അസുരൻ എന്ന വാക്കിന്റെ അർത്ഥം നല്ലതെന്നുമാണ്. അവരുടെ ദേവന്റെ പേര് അഹുർ മെസ്ത അല്ലെങ്കിൽ അസുർ മേധ എന്നാണ്. ഇൻ ഓൾ പ്രോബബിലിറ്റി ദീസ് അസുരാസ് ആൻഡ് ദേവാസ് വെയർ ടു ഗ്രൂപ്പ്സ്. റേസസ് എന്ന വാക്ക് സ്ട്രോങ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ടു ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഹു ഫോട്ട് ബിറ്റ്വീൻ ഈച്ച് അതർ. ഇതിൽ അസുർ വിഭാഗത്തോട് എന്നും കൂടുതൽ താല്പര്യമോ അല്ലെങ്കിൽ അവരുടെയും കൂടി ഇൻട്രസ്റ്റ് ടേക്ക് ചെയ്തായിരുന്നു മിസ്റ്റർ ശിവ. മിസ്റ്റർ എന്ന് ഞാൻ വിളിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, പരമശിവനെ ഒരു വ്യക്തിവൽക്കരിക്കാൻ വേണ്ടിയാണ് മിസ്റ്റർ ശിവ. നേരെ മറിച്ച് ദേവന്മാരോട് കൂടുതൽ ലീനിയൻസിയും മറ്റും കാണിച്ചിരുന്ന ആളായിരുന്നു മിസ്റ്റർ വിഷ്ണു. നമ്മുടെ പുരാണങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ ഇവരുടെ ക്ലാഷസ് ആണ്. മറ്റേ വൈഷ്ണവ ശൈവരും ഉണ്ട്, പിന്നെ ദേവന്മാരും അസുരന്മാരും ഉണ്ട്. വൈഷ്ണവ ശൈവരും കുറച്ചുകൂടെ ലേറ്റർ പീരീഡാ. അപ്പോ ഇതിനെ ദൈവീകമായി കാണണ്ട, ഇതിനെ ചരിത്രപരമായി കണ്ടാൽ മതി. അതായത് ഇതിനെ ഹിസ്റ്ററി കണ്ടാൽ ഫാസിനേറ്റിംഗ് ഹിസ്റ്ററിയാണ്. അതായത് ചെറിയ രീതിയിലല്ല, ഇത് വെറുതെ അങ്ങ് ചാറ്റ് ജിപിടിയും ഗൂഗിളിലും ഒക്കെ നോക്കിയാൽ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് നടത്തിയ റിസർച്ചുകൾ, ഡോക്യുമെന്റ്സ്, ഹിസ്റ്റോറിക്കൽ ഡേറ്റ, എസ്പെഷ്യലി നോൺ ഇന്ത്യൻ തിങ്കേഴ്സ് നടത്തുമ്പോൾ കുറച്ചുകൂടി ഇമ്പാർഷ്യൽ ആയിരിക്കും. കാര്യം അവര് ഇതിൽ വളർന്നു വന്നവരല്ലല്ലോ, സോ ദേ ക്യാൻ സീ ഇറ്റ് ഫ്രം എ ഡിസ്റ്റൻസ്. അപ്പൊ ഞാൻ പറയുന്നത് ഇതിനെ അങ്ങ് എന്താ പറയണേ, ഹിസ്റ്റോറിക്കലി കൾച്ചറൽ എന്ന് പറയാം. കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ, ലിറ്ററേച്ചർ വൈസ് ഈ ആംഗിളിൽ കണ്ടാൽ മതി. ഇപ്പം ഇപ്പൊ രാമായണം വൺ ഓഫ് ദി മോസ്റ്റ് സെലിബ്രേറ്റഡ് രാമായണം ആണല്ലോ. നമ്മുടെ രാവണൻ ഈസ് എ വെരി പ്രോമിനന്റ് ശിവഭക്തൻ. രാവന്റെ ശിവതാണ്ഡവ സ്തോത്രങ്ങളൊക്കെ വളരെ പോപ്പുലർ ആണ്, ചിലത് പലതും യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇതൊരു ക്ലാഷ് ഫൈറ്റ് ആണ്. അപ്പൊ ശരിക്കും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവീകമാക്കിയത്, ദൈവീകമാക്കിയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇമ്പാർഷ്യൽ ആയിട്ട് ആൾക്കാർ ഇത് പഠിക്കുമായിരുന്നു. യു ആർ അബൌട്ട് ടു സേ സംതിങ്. ദൈവീകമാക്കി എന്നാണോ താങ്കൾ പറയുന്നത്?
അത് അതെങ്ങനെ താങ്കൾ ഓണസ്റ്റ്ലി പറഞ്ഞാലേ നമ്മുടെ അമീഷ് ത്രിപാഠി പറയുന്നതാണ് കറക്റ്റ്. ദീസ് വെയർ ഹ്യൂമൻ ബീയിങ്സ് ഓർ ദീസ് വെയർ പീപ്പിൾ ഹു ബിക്കെയിം ഗോഡ് ത്രൂ സ്റ്റോറീസ്. അതായത് ഓക്കെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയുന്ന അങ്ങനെയുള്ള ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം മനുഷ്യനായിരുന്നു, ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ആളാണ്, പഠിച്ചതാണ്, വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ഡീയിഫിക്കേഷൻ അഥവാ ദൈവവൽക്കരണം കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ ഈഴവ സഹോദരങ്ങളിൽ ഒരു വിഭാഗമാണ് ചെയ്തത്. ശ്രീനാരായണ ഗുരുവിനെ ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളോ അല്ലെങ്കിൽ ഇഷ്ടക്കാരിൽ ഒരാളോ ആയ സഹോദരൻ അയ്യപ്പൻ നിരീശ്വരവാദിയായിരുന്നു. അതെ അതെ അപ്പം ശ്രീനാരായണ ഗുരുദേവനെ ഇന്ന് ദൈവമാക്കിയത് അത് ശരിയോ തെറ്റോ എന്ന് രണ്ടാമത്തെ കാര്യം. ആ ദൈവമാക്കുന്നതേ ഈ സാധാരണ വിശ്വാസികൾക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ് വേണം. അല്ല, അതും എനിക്ക് തോന്നുന്നു രവീന്ദ്ര മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അതായത് കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് എന്തോ എന്ന് പറഞ്ഞ അതാണ് നീ തത്വമസി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ കണ്ണാടിയിലാക്കിയ ഒരു സമൂഹമാണ്. രവീന്ദ്രൻ സാർ പറയുന്ന ആ പോയിന്റ് കറക്റ്റ് ആണ്. ഏക വിയോജിപ്പ് എവിടെയാണെന്ന് അറിയാമോ? സാധാരണക്കാർക്ക്, സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ല, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാം, അങ്ങേക്ക് റാഷണലിസ്റ്റ് ആയതുകൊണ്ട് 2 or 3 തരം ആൾക്കാരുണ്ട്. ചില ആൾക്കാര് തോട്ട് വൈസ്, ഫാക്ട് വൈസ്, ഡേറ്റ വൈസ്, ഡോക്യുമെന്റ് വൈസ് പോകുന്നവരാണ്. ചില ആൾക്കാർ ഇമോഷൻ വൈസ്, ഡിവോഷൻ വൈസ്, ഫീലിങ്സ് വൈസ് പോകുന്നവരാണ്. പക്ഷെ രാഹുൽജി, അത് നമ്മൾ പോകേണ്ടത് ഫാക്ട് വൈസ് അങ്ങനെയല്ലേ? നമ്മൾ അതിന്റെ തമാശ എന്താ അറിയാമോ? അത് നമ്മുടെ കയ്യിലല്ല. ഇതിനെ വിളിക്കുന്ന പേര്, ഇതും അങ്ങേക്ക് സെർച്ച് ചെയ്യാം, ഇതിനെ വിളിക്കുന്ന പേര് സൈക്കോമെട്രിക്സ് എന്നാണ്. സൈക്കോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരു വ്യക്തിക്ക് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകും. 4 പ്രധാന സ്വഭാവ സവിശേഷതകളാണ് ഉള്ളത്. ചില ആൾക്കാർ ഫാക്ട് ഓറിയന്റഡ് ആണ്. നേരത്തെ പറഞ്ഞ രവീന്ദ്രൻ സാറോ താങ്കളോ അടക്കം ഫാക്ട് ആയിരിക്കും. ചില ആൾക്കാർ ആക്ഷൻ ഓറിയന്റഡ് ആണ്. അവർക്ക് പ്രവൃത്തിയായിരിക്കും താല്പര്യം. നമ്മൾ ഈ പറയുന്ന ഡിസ്കഷനും കാര്യങ്ങളൊന്നും അവർക്ക് താല്പര്യം കാണില്ല. ചില ആൾക്കാർക്ക് ഇമോഷൻ ആയിരിക്കും താല്പര്യം. ഈ പേഴ്സണാലിറ്റി എന്ന് പറയും. ചില ആൾക്കാർക്ക് കോൺസെപ്ച്വൽ അഥവാ കുറച്ച് അവർ അന്തർമുഖരായിരിക്കും. അല്ല, ഇത് 4 നമ്മുടെ ബ്രെയിൻ വൈസ് ഉള്ള ഡിഫറൻസ് ആണ്. അതായത് ഇത് 4 ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോ വ്യക്തിയുടെയും സ്വഭാവ സവിശേഷതകളും ജനറ്റിക്സും അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നതാണ് എന്ന് ഇന്ന് കാറ്റഗറിക്കലി പ്രൂവ്ഡ് ആണ്. കോർപ്പറേറ്റിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ താങ്കൾ ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് കേട്ട് കാണും, സൈക്കോമെട്രിക് അസസ്മെന്റ്സ് എന്നൊക്കെ. ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇതിൽ സെഷൻസ് ഒക്കെ എടുക്കാറുണ്ട്, സൈക്കോളജിക്കൽ സെമിനാർസ് ഒക്കെ. ഇതിനെ സൈക്കോമെട്രിക്സ് എന്നാണ് വിളിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. അങ്ങനെ ഒരു ചോദ്യം കൂടെ ഇതിന് റിലേറ്റഡ് ആയിട്ട്, താങ്കളുടെ സമയം ഞാൻ കളയാൻ ഒരു പ്രശ്നമല്ല, ഞാൻ രാത്രി വാക്കിങ്ങിന് ഇറങ്ങിയിരിക്കുക. ഓക്കെ, നൈസ്. അയ്യോ, ഞാൻ എന്താ പറയാൻ വന്നത്, ഇങ്ങനെയാണ്. ഇപ്പൊ താങ്കൾ ഇമോഷണൽ ആസ്പെക്ട് പറഞ്ഞല്ലോ, ചിലവർ ഇമോഷണൽ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഈ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനെ ഫാക്ച്വൽ ആയിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അവിടെ ഇമോഷൻ അത് ഫാക്ച്വൽ ആയിട്ട് തന്നെ പോവാം. പക്ഷേ അവർ ജീവിതത്തിൽ ആക്ടിവിറ്റീസിലേക്ക് പോകുമ്പോൾ വൈകാരികത അവരിൽ പ്രോമിനന്റ് ആയ ഒരു പാർട്ട് ആയാൽ ദേ ആർ കൺസിഡേർഡ് മോർ. ഇതിനെ സിമ്പിൾ ഭാഷയിൽ പറഞ്ഞ FAC, ഫാക്ട്, ആക്ഷൻ, കോൺസെപ്റ്റ്, ഇമോഷൻ എന്നാണ് പറയുക. ഇതിൽ 4 നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമുക്ക് പ്രോമിനൻസ് കിട്ടുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും. അതാണ് FAC എന്ന് പറയുക. ഉദാഹരണം ഞാൻ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ ഉദാഹരണം പറയാം. നിരീശ്വരവാദികളിൽ തന്നെ രവിചന്ദ്രൻ സാറ് സനൽ ഇടമറുക് കുറെ കൂടെ ഫാക്ട് ഓറിയന്റഡ് ആണ്. സനൽ ഇടമറുകിന്റെ സ്പീച്ചസ് ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. അദ്ദേഹത്തിന്റെ അതെ, ഭയങ്കര ഫേമസ് അദ്ദേഹം. നേരെ തിരിച്ച് രവിചന്ദ്രൻ സാറിനെ നോക്കിയാൽ രവിചന്ദ്രൻ സാർ കൂടുതൽ ആക്ഷൻ ഓറിയന്റഡ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും പുസ്തകങ്ങൾ എഴുതാൻ പറ്റുന്നത്, ഇത്രയും സ്പീച്ചസ് പറ്റുന്നത്, ഇത്രയും യൂട്യൂബ് വീഡിയോസ് പറ്റുന്നത്. വളരെ ഫാക്ച്വൽ ആയിട്ട് തന്നെ ഇല്ലെന്നല്ല, അവരുടെ സ്വഭാവ പ്രകൃതമാണ് പറയുന്നത്. അഗ്രസീവ് ആണ്. അഗ്രസീവ് ആവുന്നതിന് എങ്ങനെ ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും? കാര്യം പുള്ളി അഗ്രസീവായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തെടുക്കും. തീർന്നില്ല, ഇനി ഇമോഷൻ ഉണ്ട്. നമ്മുടെ ആരിഫ് ഹുസൈൻ അടക്കമുള്ളവർ കൂടുതൽ വൈകാരിക. ആരിഫ് ഹുസൈൻ നിരീശ്വരവാദിയാണ്, രവീന്ദ്രൻ സാർ നിരീശ്വരവാദിയാണ്. പക്ഷെ ആരിഫ് ഹുസൈൻ പറയുന്ന പോലെ മത അധിക്ഷേപങ്ങൾ ഒരുപക്ഷെ രവീന്ദ്രൻ സാർ പറയില്ല. കുറച്ചുകൂടെ സോബറാണ് നമ്മുടെ ലിയാഖത്ത് അലി അടക്കമുള്ള ആൾക്കാർ. അതായത് ഈ ഓരോരുത്തരുടെയും അപ്രോച്ച് നോക്കിയാൽ ആരിഫിന്റെ അപ്രോച്ച് നിരീശ്വരവാദത്തിന്റെ റാഷ് ആൻഡ് ക്രൂഡ് ആൻഡ് അഗ്രസീവ് അപ്രോച്ച് സനൽ ഇടമറുകിനില്ല. പുള്ളി കുറച്ചുകൂടെ ഫാക്ട് ഓറിയന്റഡും മറ്റും കാര്യങ്ങളുമാണ്. ഇവരെല്ലാം ഒരേ നിരീശ്വരവാദത്തിലാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ഇവരുടെ എല്ലാം വ്യത്യസ്ത ഓറിയന്റേഷൻ ആണെന്ന് നോക്കിയാൽ ഇവരുടെ എക്സ്പ്രഷൻ, ഇവർ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവർ ഉയർത്തുന്ന ആർഗ്യുമെന്റ്സ് ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. ഇപ്പം 2 എക്സ് മുസ്ലിംസ് ആണ് ലിയാഖത്തും നമ്മുടെ ആരിഫും.
രണ്ടുപേരുടെ അപ്രോച്ച് ടൈറ്റ്ലി വ്യത്യാസമാണ്. അതായത് ലിയാഖത്ത് കുറച്ചുകൂടെ സോബറും കുറച്ചുകൂടെ കോൺസെപ്ച്വലും ഇസ്ലാമോഫോബിയും ഒക്കെ പോലുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് അംഗീകരിക്കുകയും എന്നാൽ ഇസ്ലാമിസ്റ്റ് ഫണ്ടമെന്റലിസ്റ്റിൽ നമ്മൾ ശക്തമായി എതിർക്കണമെന്നും പറയുന്ന വ്യക്തിയാണ്. എന്നാൽ ആരിഫ് കുറച്ച് ക്രൂഡ, ഐ മീൻ പേപ്പട്ടി മതം പോലുള്ള പദങ്ങൾ ഉപയോഗിക്കുകയും പ്രൊവോക്ക് ചെയ്യുന്ന. അപ്പം ഞാനിപ്പോ അങ്ങേ വെച്ച് പറയാം, താങ്കളും നിരീശ്വരവാദിയാണ്, ആരിഫ് നിരീശ്വരവാദിയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും മതം വേണ്ടാന്ന് അഭിപ്രായമുള്ള ഒരാളാണ്. പക്ഷെ അങ്ങയുടെ അപ്രോച്ച് അവരെ വൈകാരികമായ പ്രൊവോക്ക് ചെയ്യല്ല നമ്മൾ വേണ്ടത്, പകരം ഇന്റലക്ച്വലി അവരുടെ പ്രിമൈസിനെ ചലഞ്ച് ചെയ്യണം. ഇതായിരിക്കും ഒരു പക്ഷെ താങ്കളുടെ അപ്രോച്ച്. അപ്പം ഈ രണ്ട് അപ്രോച്ചുകളുണ്ട്. ഇനി രണ്ട് ഞാൻ നേരത്തെ വന്നത്, ഇത് വിശ്വാസത്തിന്റെ കാര്യത്തിലും ഉണ്ട്. വിവേകാനന്ദൻ അല്ല, സ്ട്രോങ്ങിനേക്കാൾ കുറച്ചുകൂടെ ഒരു സയന്റിഫിക് ലാംഗ്വേജ് ഉപയോഗിച്ചാൽ വിവേകാനന്ദൻ വളരെ റിഫൈൻഡും തോട്ട്ഫുള്ളും ഇന്റലക്ച്വലുമാണ്. എന്നാൽ വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ അതിവൈകാരികതയും ദൈവത്തെ നേരിട്ട് കാണുകയും ചെയ്തു എന്ന് വിശ്വസിച്ച വ്യക്തിയാണ്. അതെ അതെ, കാളി പൂജയുണ്ടെങ്കിൽ കാളിയെ കാണുകയും. ഇതിന്റെ അടുത്തതാണ് ഏറ്റവും പ്രധാനമേ, ഇത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിലാണ് 1880s ഈ സൈക്കോമെട്രിക് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നത്. ഇന്ന് നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇന്ത്യൻ ആർമി അടക്കം കോർപ്പറേറ്റ്സ് അടക്കം യൂസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻസിൽ ഡിബേറ്റ് ഉണ്ട്, പക്ഷേ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അക്കോർഡിംഗ് ടു ഹ്യൂമൻ ടെൻഡൻസി എന്നുള്ള കാര്യത്തിൽ ആർക്കും വിയോജിപ്പില്ല. ഇത് ആദ്യമായി വേൾഡ് തലത്തിൽ പ്രയോഗിച്ച വ്യക്തികളിൽ ഒരാൾ വിവേകാനന്ദനാണ്. വിവേകാനന്ദൻ അന്ന് 4 പുസ്തകങ്ങൾ എഴുതി: ഭക്തിയോഗ, കർമ്മയോഗ, ജ്ഞാനയോഗ, രാജയോഗ. എന്നിട്ട് വിവേകാനന്ദന്റെ ബേസിക് പ്രിമൈസ്, നിങ്ങൾ ദൈവത്തെ തിരയുന്നെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തെ തിരയുന്നെങ്കിൽ ഈ 4 പാതകളിലൂടെയാണ് പോവുക. ചില ആൾക്കാർ നോളജ് ഓറിയന്റഡും ഫാക്ട് ഓറിയന്റഡ് ആയിരിക്കും, ഒരുപക്ഷെ താങ്കൾ അതായിരിക്കണം. ദൈവത്തിലേക്ക് എത്തില്ലല്ലോ അങ്ങനെ പോയാൽ. അല്ല, അത് ദൈവം എന്താണെന്നനുസരിച്ചിരിക്കും. വിവേകാനന്ദന്റെ ദൈവവും വിവേകാനന്ദന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഐൻസ്റ്റീന്റെ ദൈവമാണ്, സ്പിനോസയുടെ ദൈവമാണ്. എനിക്ക് അതിലൊരു ചോദിക്കാൻ, താങ്കൾ അത് അതിലേക്ക് വന്നത് നന്നായി. ഈ ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ജനറലി അക്സെപ്റ്റഡ് ആണ് ഇൻ ദ സയന്റിഫിക് കമ്മ്യൂണിറ്റി. താങ്കൾ പറയുന്ന ഈ പാതയനുസരിച്ച്, നോളജ് ആൻഡ് ഫാക്ച്വൽ പാതയനുസരിച്ച്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്പിനോസാസ് ഗോഡ് എന്ന് പറയുന്നത് അതിനെ ഒരു സീരിയസ് ആയിട്ട് ആരും എടുത്തിട്ടില്ല, ഒരാളും എടുത്തിട്ടില്ല. വിശ്വാസി എടുത്തിട്ടില്ല, അവിശ്വാസി എടുത്തിട്ടില്ല. ശരിയല്ലേ? കാര്യം സ്പിനോസയുടെ ദൈവം എന്ന് പറഞ്ഞാലേ ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന താളാത്മകതയാണെന്നാണ്. വളരെ മെറ്റഫറിക്കലാണ്, വളരെ മെറ്റഫറിക്കൽ. ഇങ്ങനെ ഒരു താളാത്മകതയെ ഒരു വിശ്വാസിക്ക് ഉത്സവമാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അത് ശരിയോ തെറ്റോ? അതായത് ഒരു വരി കൂടെ പറയാം. ഇത് രവീന്ദ്രൻ സാറൊക്കെ എന്നെ പലപ്പോഴും വിമർശിക്കുകയും നമ്മുടെ വൈശാഖൻ തമ്പി അദ്ദേഹം വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പുള്ളിയെ പറയുന്നുണ്ട്, രാഹുൽ ഈശ്വർ സ്പിനോസയുടെ ദൈവത്തെ കുറിച്ചൊക്കെ പറയും, എന്നിട്ട് ശബരിമല യുവതികൾ പ്രവേശനം വന്നാൽ തലയെ കെട്ടി ഇറങ്ങുമല്ലോ. ഇത് രണ്ടും ഒരു മനുഷ്യനിലുള്ളതാണ്. അതായത് ഒരേ ക്ലാരിറ്റി, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഈ സ്പിനോസാസ് ദൈവത്തിനെ അതിന്റെ റെലവൻസ് എന്താ രാഹുൽ? സോഷ്യലി അല്ലെങ്കിൽ സയന്റിഫിക്കലി യാതൊരു റെലവൻസും ഇല്ലാത്ത സംഗതിയല്ലേ? ആർക്കും അറിയില്ല. സോഷ്യലി ഒരു റെലവൻസ് ഇല്ല, അല്ല സയന്റിഫിക്കലി അല്ല. പക്ഷേ ഈ പ്രപഞ്ചത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതായത് നമ്മുടെ അടിസ്ഥാനപരമായ ദൈവവിശ്വാസം ഉണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ പറയുന്നത് ആത്യന്തികമായി നമ്മുടെ എലോൺനെസ്സിൽ നമ്മൾ നമ്മളോട് എന്ന് പറയുന്നതല്ലേ. ഇപ്പൊ ഞാനും താങ്കളും നമ്മളെ ഒരു വിശ്വാസം ഒന്നെങ്കിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ മാറി നമ്മൾ എവിടെങ്കിലും ഒറ്റയ്ക്ക് ഒരു ദിവസം ഇരിക്കുമ്പോൾ നമ്മുടെ ആന്തരികതയിൽ നമ്മൾ തന്നെ ഡിബേറ്റ് ചെയ്ത് നമ്മൾ കുറെ ഉത്തരങ്ങൾ കണ്ടെത്തുമല്ലോ, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. അതെ, പക്ഷെ അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഞാനിപ്പോ എന്റെ നോളജ് എന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും, താങ്കളുടെ ഉൾപ്പെടെയുള്ള ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള എല്ലാവരുടെയും ഒരു കൺസോളിഡേഷൻ ആണ്. പിന്നെ താങ്കൾ പറയുന്ന പോലെ എവിടെയെങ്കിലും ഇരുന്ന് റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് താങ്കളുടെ ഈ റിഫ്ലക്ഷനിൽ എനിക്കിപ്പോ ഞാനൊരു അങ്ങേക്ക് കൺവിൻസ് ചെയ്യാനായിട്ടൊരു ചോദ്യം ചോദിക്കാം. താങ്കളുടെ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന റിഫ്ലക്ഷനിൽ താങ്കളോട് തന്നെ ചോദിക്കുമ്പോ ദൈവം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ പറയുന്നത്? ഇല്ല എന്നാണ് തോന്നുന്നത്. വേറെ ആരും കേൾക്കുന്നില്ല. ഒരു സെക്കൻഡ് പ്ലീസ്. താങ്കൾ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോ, താങ്കളുടെ അബ്സല്യൂട്ട് ലോൺലിനെസ് ആൻഡ് അലോൺനെസ്സിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ താങ്കൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോ 3 പൊസിഷൻസ് ആണ് വരിക. ഒന്നെങ്കിൽ ദൈവം ഉണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ട്. 2 ദൈവം ഇല്ല, അതൊന്നുമില്ല ആൾക്കാർക്ക്. 2 ഇത് എനിക്ക് ഓണസ്റ്റ്ലി അറിയില്ല, ഞാൻ അന്വേഷിക്കണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട ഒരു മേഖലയാണ്. ഈ 3 പൊസിഷൻസ് അല്ലേ പ്രധാനമായിട്ട് വരുന്നത്. ഇതിൽ ഞാൻ റിഫ്ലക്ട് ചെയ്യണം, താങ്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഇത് 2 രീതിയിൽ കാണുന്നുണ്ട്. ഒന്നെന്ന് വന്നിട്ട് നമ്മൾ പ്യുവർ സയന്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ നോക്കാറുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ബിഗ് ബാങ്ങിന് ശേഷം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ പ്ലാങ്ക് ഇറ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. 10 അതായത് ഈ പ്രപഞ്ചോൽപത്തിക്ക് ശേഷം 10 അതായത് 1/10⁻34 സെക്കൻഡുകൾക്ക്
ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് മനുഷ്യന് യാതൊരു ക്ലൂ ഇല്ല. അതിനെയാണ് പ്ലാങ്ക് ഇറാമോ പ്ലാങ്ക് ടൈം എന്നൊക്കെ പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ഉണ്ടാവുന്നത്. താങ്കൾക്കറിയാലോ, ഗ്രാവിറ്റി, EMF അതുപോലുള്ള സാധനങ്ങൾ. അപ്പൊ ഇതിലെവിടെയും ഈ ഒരു അതിനുശേഷം തീർച്ചയായിട്ടും എന്താ പറയുക, ആറ്റം അല്ല ഇലക്ട്രോൺസ് ഉണ്ടാവണം, പ്രോട്ടോൺസ് ഉണ്ടാവണം, എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ആറ്റങ്ങൾ ഉണ്ടാവണം. ആറ്റങ്ങൾ EMF വഴി ഒട്ടിച്ചേർന്ന് ചെറിയ ചെറിയ പൊടിപടലങ്ങൾ ഉണ്ടാവണം. പൊടിപടലങ്ങളുടെ സൈസ് വലുതാവുമ്പോൾ അത് പ്ലാനറ്റുകളും അങ്ങനെ അങ്ങനെ വലിയ വലിയ സാധനങ്ങളായിട്ട് ഉണ്ടാക്കി പോകുന്നു. അപ്പൊ ഈ ഇതൊന്ന് ചിന്തിക്കുന്നു. അപ്പൊ ഇതിലെവിടെയും ദൈവത്തിന്റെ ദൈവം എന്ന സെൻസ് അതന്നെ അറിയില്ല. അത് എന്താ പറയുക, സൂപ്പർഫിഷ്യൽ കോൺസെപ്റ്റ് ആണ്. ഇവിടെ എവിടെയും എനിക്ക് അതിൽ ഈ സാധനത്തിന്റെ യാതൊന്നും കാണുന്നില്ല. ഈ സോക്കോൾഡ് ദൈവം എന്നൊരു എൻറ്റിറ്റിയുടെ ഒന്നും കാണുന്നില്ല ഒരു രീതിയിൽ എങ്ങനെ നോക്കിയാലും. ഇനി രണ്ടാമത് ദൈവോൽപ്പത്തിയുടെ നരവംശാസ്ത്രം അല്ലെങ്കിൽ ചരിത്രമൊക്കെ പഠിക്കുന്ന സമയത്തും എങ്ങനെയാണ് മനുഷ്യൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്നൊക്കെ നമുക്ക് താങ്കൾക്കും അറിയാലോ. എങ്ങനെയാണ് ഈ എവല്യൂഷൻ ഓഫ് ഗോഡ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ബയോളജിക്കലായിട്ട് നോക്കുമ്പോഴും മനുഷ്യൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡിഫക്ട്സ് ഉണ്ട്. നമ്മൾ ക്ഷിപ്ര വിശ്വാസികളാണ്. ഏതെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എന്താണ് കാള വെറ്റു എന്ന് പറഞ്ഞാൽ കയറെടുക്കുക എന്നൊക്കെ നമ്മുടെ പൊതുവെ മലയാളത്തിലൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ ക്ഷിപ്ര വിശ്വാസികളാണ്. അപ്പൊ ഈ എല്ലാ രീതിയിലും നോക്കണ സമയത്ത് ഈ സോക്കോൾഡ് ദൈവം ഒന്നൊന്ന് ഡിഫൈൻ ചെയ്താലേ എനിക്കറിയുള്ളൂ. നമ്മളിത് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ആ പറഞ്ഞു കേട്ടത് അറിവുകൾ വെച്ചിട്ട് എനിക്ക് ദൈവം എന്ന് പറയുന്ന ഒരു സംഗതിയോട് അത് ഇല്ലാത്ത പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല, ഞാൻ അതാ പറഞ്ഞത്. ഇതിപ്പോ താങ്കൾ അപ്പം പോകുമ്പോ താങ്കൾ കരുതുന്നത് ഇപ്പോ ദൈവവിശ്വാസം ഇല്ലാന്ന് ലീൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ലീനിങ് ടുവേർഡ്സ് ദൈവം എന്ന കോൺസെപ്റ്റിന്റെ ആവശ്യമില്ല. ദർ ഇസ് നോ റെലവൻസ് ഫോർ ദി കോൺസെപ്റ്റ് ഓഫ് ഗോഡ്. അല്ല, അത് ഇവിടെ എവിടെയും ഈ സാധനം എന്താ പറയാ, ദൈവം ആദ്യം ഡിഫൈൻ ചെയ്യണം. ദൈവം ഉണ്ട് എന്ന് പറയുന്ന ഒരു ഡിഫൈൻ ചെയ്താലേ എനിക്കിതിനെ അപ്പൊ അതാണ് എന്റെ ഡെഫിനിഷൻ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഇഫ് ഐ എം സ്പീക്കിംഗ് ടു എ റാഷണലിസ്റ്റ് ഓർ എ യുക്തിവാദി ഓർ എ സയന്റിഫിക് തിങ്കർ, ഐ വുഡ് സേ ഇറ്റ് ഈസ് സ്പിനോസാസ് ഗോഡ്. ദ റീസൺ ബീയിങ്, ഒരു സാധാരണ വിശ്വാസിക്ക് സ്പിനോസ ആരാന്ന് പോലും അറിയില്ല. സാധാരണ വിശ്വാസിക്ക് സ്പിനോസ അറിയില്ല. അപ്പം നമ്മള് സാധാരണക്കാർ, അതായത് ഈസി റാഷണലിസ്റ്റുകൾക്കും ഇത് അക്സെപ്റ്റബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അക്സെപ്റ്റബിലിറ്റി അല്ല, പക്ഷെ ഒരു ഡിബേറ്റിംഗ് പോയിന്റ് ആണ്. ഇപ്പൊ ഒരു സാധാരണ തീർച്ചയായിട്ടും പറയാം. ഞാൻ കൺവിൻസിംഗ് ഒരു ആർഗ്യുമെന്റ് പറയാം. ഞാനിപ്പോ രവീന്ദ്രൻ സാറിനോട് ദൈവം ഉണ്ടോ എന്ന് ഡിബേറ്റ് ചെയ്യുന്നൊരു, അങ്ങനെ പലപ്പോഴും ഞാൻ ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഗണേശോത്സവത്തെയും ഗണപതിയെയും വെച്ച് രവീന്ദ്രൻ സാറിനോട് ദൈവത്തെ ഡിബേറ്റ് ചെയ്യുന്നതിന് റിലവൻസ് ഇല്ല. കാര്യം ഈ ഈശ്വരൻ എന്ന് പറയുന്ന പരമമായ ചൈതന്യത്തെ ഒരു രൂപത്തിന്റെ ബേസിൽ ആരാധിക്കുമ്പോഴാണ് അത് ഈ വ്യത്യസ്ത ഈശ്വരന്മാർ അല്ലെങ്കിൽ പേഴ്സണൽ ഗോഡ്സ് ആകുന്നത്. അതാണ് അയ്യപ്പൻ, ശ്രീരാമൻ, മറ്റേ ഗണപതി, അത്തരമുള്ള സങ്കല്പങ്ങളിൽ വരുന്നത്. ഇനി സെമറ്റിക് മതങ്ങളിൽ വരുമ്പോൾ അതിനൊരു സയന്റിഫിക്കലി ഞാനിപ്പോ അങ്ങോട്ട് നിരീശ്വരവാദിയായ ഒരു വ്യക്തിയോടോ ശാസ്ത്രത്തിൽ താല്പര്യമുള്ള വ്യക്തിയോടോ ഞാൻ നിരീശ്വരവാദിയും വിട്ടോളൂ, ഒരു എന്താ പറയുക, ഒരു സയന്റിഫിക് തിങ്കറിനോട് 2 ആർഗ്യുമെന്റ്സ് ആണ് പറയുക. ഒന്ന് ഇന്റലിജന്റ് ഡിഫൈൻ, 2 ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ്സ്. അതായത് ഇത് രണ്ടുമാണ്. കാര്യം ഇതിലെ അവരോട് ഡിബേറ്റ് പോലും ഉള്ളൂ. പക്ഷെ അതൊരു റെട്രോഫിറ്റിംഗ് അല്ലേ ഈ ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുമ്പോൾ? ഇങ്ങനൊരു, അതായത് നമ്മുടെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് ഫൈൻ ട്യൂണിംഗ് അല്ലാണ്ട് ഇങ്ങനെ ആവില്ല എന്നുള്ള ഒരു പൊസിഷനിലേക്ക് ഇത്രയും പ്രിസിഷനായ ഒരുപാട് ഫാക്ടേഴ്സ് യുണീക്കായി വരുമ്പോ എന്തെങ്കിലും ഒരു ഫോഴ്സോ പവറോ അതിന്റെ പിന്നിലുണ്ട് എന്ന് അനുമാനിച്ചാൽ കുറ്റം പറയാൻ പറ്റും. ഞാൻ ഈ ചോദ്യം നേരെ തിരിച്ച് ഫ്ലിപ്പ് ചെയ്ത് അങ്ങോട്ട് ചോദിക്കാം. ഈ ബിഗ് ബാങ്ങും കാര്യങ്ങളും എല്ലാം താങ്കൾ പറഞ്ഞല്ലോ. അതെ, മീൻസ് അത് ഒരു പൊതുവായിട്ടുള്ള ഒരു അറിവിനെ, അറിവ് പറഞ്ഞല്ലോ. 2 ചോദ്യങ്ങൾ, അതായത് ആ ചോദ്യങ്ങൾക്ക് റിലവൻസ് ഇല്ലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ 2 ബേസിക് ചോദ്യങ്ങൾ ഈ ദൈവം എങ്ങനെ ഉണ്ടായി എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാർ ചോദിക്കുമല്ലോ, ദൈവം അങ്ങനെ എല്ലാം ദൈവം ഉണ്ടാക്കി എന്ന് പറയുന്നത്. ഈ സ്പിനോസാസ് ഗോഡിന്റെ കോർ കോൺസെപ്റ്റ് ഇതാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ മനോഹാരിതയോ ഈ ഫൈൻ ട്യൂണിങ്ങും ഇന്റലിജന്റ് ഡിസൈനും അല്ല, താങ്കൾ പറയണ മനോഹാരിത എന്ന് പറയുമ്പോൾ അത് നോർമൽ സെൻസിലല്ല. അത് ഐൻസ്റ്റീന്റെ വാക്കാണ്. മനുഷ്യനില്ലെങ്കിൽ മനോഹാരിത ഉണ്ടോ അവിടെ? മനുഷ്യനില്ലെങ്കിലും ഈ ഭൂഗോളങ്ങളും ഗോളാന്തരമായ ഗോളങ്ങളും 100 കോടി സ്റ്റാറുകളും എല്ലാം നിറഞ്ഞ പ്രപഞ്ചത്തിന് ഒരു വണ്ടർ ഇല്ല. ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ഐസ് ഇല്ലെങ്കിലും ബ്യൂട്ടി ഇല്ലേ? ഇപ്പൊ നമ്മൾ ലോകത്തിൽ ഗാലക്സികളുണ്ട്. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലേ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു താങ്കൾ ഈ പറയുന്ന പോലെ റിലേറ്റിവിസ്റ്റിക് ആർഗ്യുമെന്റാ. മെറ്റീരിയലിസ്റ്റിക് ആർഗ്യുമെന്റ് ആണ്. സയൻസ് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് മെറ്റീരിയൽസ് ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ബ്യൂട്ടി എന്ന് പറഞ്ഞപ്പോൾ ഒരു അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് അല്ല. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ ഗോളങ്ങളുടെയും ആ സിൻക്രണോസിറ്റി അല്ലെങ്കിൽ ഓർഡറിനെ കുറിച്ച് പറയുന്ന ബ്യൂട്ടി.
ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് എന്റെ വാക്കായിട്ടല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്ന സ്പിനോസയുടെ ദൈവം എന്ന സങ്കല്പത്തിനെ ഡീലൈനേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. ഇനി ഞാൻ തിരിച്ച് സിമ്പിൾ ആയിട്ട് അങ്ങേക്ക് അല്ല കൺവിൻസിംഗ് ഒരേ അല്ല ഒരേ ഒരു ഒരു പോയിന്റ് കൺവിൻസിംഗ് ആയ വാക്ക് അത് അങ്ങോട്ട് ഞാൻ ചോദിച്ചിട്ട് മറന്നു വേണ്ട. പോകാണ്ടിരിക്കാനാണ്. ഒരൊറ്റ ആർഗ്യുമെന്റ് സിവിലൈസേഷന് വേണ്ടിയിട്ടാണ്. സോറി, ഒരേ ഒരു പോയിന്റ് ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അതുകൊണ്ടാണ് ഒരു ലൈൻ ഇത് എന്താ പ്ലീസ് അറിയോ, പ്ലീസ് താങ്കൾ പറയുമ്പോൾ അത് ഞാൻ വിട്ടുപോകാണ്ടിരിക്കാനാണ്. പ്ലീസ് താങ്കൾ ഈ പ്ലീസ് സിങ്ക്രണോസിറ്റി, പോളിഷ് എന്നൊക്കെ പറഞ്ഞല്ലോ. പോളിഷ് ഞാൻ പറഞ്ഞില്ല. അതായത് ഈവൻ അല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ണാടിയിൽ നോക്കണമെന്ന് വെച്ചോളൂ. നമ്മൾ കണ്ണാടിയെ കുറിച്ച് അറിയാത്ത ഒരാൾ കണ്ണാടി നോക്കിയാൽ വളരെ പോളിഷ്ഡ് ആയിട്ട് തോന്നും. പക്ഷെ കണ്ണാടി നമ്മളൊരു മൈക്രോസ്കോപ്പിൽ അതിന്റെ ആറ്റോമിക് ലെവലിൽ പോണ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇറഗുലാരിറ്റിയാണ്. ക്വാണ്ടം ലെവലിലൊക്കെ പോയാൽ താങ്കൾക്ക് തന്നെ അറിയാലോ, മനുഷ്യന് ഒരു ആത്തും ഒന്നും പിടികിട്ടാത്ത, വെള്ളിയും മുള്ളിയും കിട്ടാത്ത ഒരു ലെവലിലാണ് ക്വാണ്ടം മെക്കാനിക്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്യൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ തലച്ചോറ് ഇങ്ങനെ, താങ്കൾ പരിണാമത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലെ? പരിണമിച്ച് ഓക്കെ, പരിണാമം സിമെട്രിയെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോറി, ഈ പരിണാമം വന്നിട്ട് അറിയാലോ, സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടല്ലോ. നല്ല ജീനിനെ പാസ് ഡൗൺ ചെയ്യാനുള്ള അൾട്ടിമേറ്റ്ലി എല്ലാവരും പ്രത്യുത്പാദനം നടക്കുക, നല്ല ജീനുകൾ അടുത്ത തലമുറ. അതാണ് അതിന്റെ ഒരു മെയിൻ കോർ ആയിട്ട് വരുന്നത്. അതിൽ പല ഇതും ഉണ്ട്, പക്ഷെ അതിന്റെ ഒരു സോഷ്യോളജിക്കൽ കോറായി വരുന്നതാണ് അല്ലെ? അതിന്റെ ഒരു സാമൂഹികപരമായ ബയോളജിക്കലാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ നോക്കൂ, ഇപ്പൊ എന്താ പറയാ, നല്ല ജീൻ എന്ന് പറഞ്ഞാൽ നല്ല ശാരീരിക ക്ഷമതയും ആണുങ്ങൾ, എന്താ പറയാ, ഒരു വലിയ ജീവികളിലാണെങ്കിൽ രണ്ട് ആണുങ്ങൾ തമ്മിൽ, സിംഹങ്ങളാണെങ്കിൽ ആണുങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ആണിന്റെ ജീൻ ആയിരിക്കും അത് വന്നിട്ട് മേറ്റ് ചെയ്യും, ലൈനസുമായിട്ട് മേറ്റ് ചെയ്തിട്ട് അതിന്റെ ജീനിനെ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ how do you explain the human defects, people who are born with defects? ഹ്യൂമൻ ഡിഫക്ട്സ് അത് നേച്ചറിൽ നിൽക്കില്ല. മനുഷ്യൻ ഈ പറഞ്ഞ പോലെ പുരോഗമിച്ച് സിവിലൈസേഷൻ ആയതുകൊണ്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ഈ സോക്കോൾഡ് ബേസിക് ആയിട്ടുള്ള എമ്പതി സിമ്പതിയൊക്കെ നമ്മൾ അതിനെ വലുതാക്കി. അതെ, പക്ഷെ അപ്പൊ ഇത് ഒരുപാട് ജീൻ പൂളിന്റെ സർവൈവലിൽ നിന്ന് മെറ്റഫോറിക്കലി നമ്മൾ പറയുമെങ്കിലും ഹ്യൂമൻ ജീൻസ് ഏറ്റവും ബെസ്റ്റ് ജീൻസ് ആണ് വരുന്നതെന്ന് പറയാൻ കഴിയുമോ? എത്രയോ മനുഷ്യന്റെ ഒട്ടുമല്ല. കറക്റ്റ്. അത് അതിന് കാരണം ഇതാണ് രാഹുൽ. നമ്മൾ വൈൽഡിൽ പോയി കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്കുകളാണ് എങ്കിലും നമുക്ക് ശാരീരിക ക്ഷമത കുറഞ്ഞിട്ടുള്ള ജീവികൾക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെ. ഒരു ചീറ്റ മാനിനെ പിടിക്കാൻ വേണ്ടി ഓടുന്നു, അതിന്റെ കാലൊടിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ ചീറ്റ ഈ ആസ്പത്രി സ്ഥാപിക്കുകയാണെങ്കിൽ കാല് നന്നാക്കിയിട്ട് വീണ്ടും ഓടി പിടിക്കാൻ പറ്റും. അത് മനുഷ്യൻ ഈ പറഞ്ഞ പോലെ ഈ മനുഷ്യന്റെ വളരെ എന്താ പറയാ കോംപ്ലക്സ് ആണെങ്കിലും മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ചോദനകളെ ഒരു കണക്കിൽ പറഞ്ഞാൽ മറികടന്നു എന്ന് പറയേണ്ടി വരും. നമ്മളെ എവല്യൂഷനിൽ കൈയിട്ട് കളിക്കാൻ തുടങ്ങി. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് കൊണ്ടുവന്നതിന്റെ കാരണം തന്നെ നമുക്ക് ഇപ്പോ താങ്കൾ ഇത് അഗ്രി ചെയ്യണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഒരു ആണും പെണ്ണെന്ന് വെച്ചോളൂ. നമുക്കൊരു സൗന്ദര്യത്തിനെ പലരും സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു സിമ്മെട്രി അല്ല നമ്മൾ കാണുന്നത്. ഇപ്പൊ പല്ല് അങ്ങോട്ടോ ഇങ്ങോട്ടോ തള്ളു, അല്ലെങ്കിൽ ഒരു കണ്ണ് പോയ ഒരാളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ പൊതുവെ. അല്ലെങ്കിൽ കാലിന് മുടന്നുള്ളവരെ എന്നൊക്കെ പറഞ്ഞാലും പച്ചയ്ക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അതിന്റെ സോഷ്യോളജിക്കൽ ഡിമെൻഷൻസ് മാറ്റി നിർത്തി ബയോളജിക്കലി സ്പീക്കിംഗ് അതിന് കാരണം ഈ പ്രകൃതി ഇൻ ദ സെൻസ് നമ്മുടെ ഹാപ്പനിങ് സീരീസ് ഓഫ് സീക്വൻസസ് അതന്നെ നമുക്ക് ഈ പറയണ പോലെ സിമ്മെട്രിയോടുള്ള ഒരു ഇൻക്ലിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പല്ല് തള്ളിയിട്ടുള്ള ഒരു വ്യക്തി, നല്ല സിമ്മെട്രിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തി, തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആരടുത്തും പറഞ്ഞില്ല, പുറത്ത് പറയാൻ ചിലപ്പോൾ അവരെ ഇൻസൾട്ട് ചെയ്യണ പോലെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? ആ സിമ്മെട്രിയോടായിരിക്കും നമുക്ക് ഒരു ചന്തം തോന്നുക. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ബ്യൂട്ടി. ഇത് മനുഷ്യരിൽ മാത്രമല്ലല്ലോ, ഈ പ്രപഞ്ചത്തിൽ ഒരു സിമെട്രി ഇല്ലേ? ഈ പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു സിമെട്രിയും കാര്യങ്ങളും ഗോളങ്ങൾക്ക് തമ്മിലൊരു സിമെട്രിയും ഫോഴ്സും കാര്യങ്ങളും എല്ലാം ഇല്ലേ? ഇല്ലില്ല. അതുകൊണ്ടല്ലേ നമുക്ക് നാച്ചുറൽ ലോസ് ഉള്ളത്. ലോസ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത്, ആ സയന്റിഫിക്കലി ലോസ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത് എന്താ ശരിക്കും? ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ ക്രമത്തെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ലോസ് എന്ന് പേരിട്ട് വിളിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് റിയാലിറ്റി. ആ ഡിസ്ക്രിപ്ഷൻ ഓഫ് റിയാലിറ്റിക്ക് ഒരു കൺസിസ്റ്റൻസി നമ്മൾ കാണുന്നില്ലേ? ഇല്ല. ഓബിയസ്ലി അങ്ങനെയില്ലേ? ലോസ് ഉണ്ട്, ശരിയാണ്. പക്ഷെ അത് പല സ്ഥലങ്ങളിലും, ഉദാഹരണം ലൈറ്റിന്റെ സ്പീഡ് ഏറ്റവും വലിയ യാഡ്സ്റ്റിക്സിൽ ഒന്നാണ് ലൈറ്റിന്റെ സ്പീഡ്. ലൈറ്റിന്റെ സ്പീഡ് ഒരു 100 വർഷം മുമ്പ് ഇപ്പം കുറയോ കൂടുകയോ ചെയ്തിട്ടില്ലല്ലോ. വെള്ളത്തിൽ മീഡിയം മാറുമ്പോഴേ മാറുന്നുള്ളൂ. മീഡിയം മാറിയില്ലെങ്കിൽ കറക്റ്റ് അല്ലേ? ഒരു 100 വർഷത്തിന് മുമ്പ് ലൈറ്റ് കുറച്ചുകൂടെ സ്പീഡ് കുറവായിരുന്നു, ഇപ്പൊ സ്പീഡ് കൂടുതലാണെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ്? ഫണ്ടമെന്റൽ ഈ നേച്ചർ ഓഫ് റിയാലിറ്റി സിമെട്രി അല്ല രാഹുൽ. സിമെട്രി അത് സയന്റിഫിക്കലി റെലവന്റ് അല്ലാന്ന്. ഇപ്പൊ ഒരു സയന്റിസ്റ്റിന്റെ അടുത്ത്, ഞാൻ സയന്റിസ്റ്റ് അല്ല എങ്കിലും താങ്കൾ ഒരു കോസ്മോളജിസ്റ്റിന്റെ അടുത്തോ ഒരു ആസ്ട്രോഫിസിസ്റ്റിന്റെ അടുത്തോ ഈ ലൈറ്റിന്റെ യൂണിവേഴ്സ് സിമെട്രി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല.
അല്ല അത് സിമെട്രി എന്ന് സിമിട്രി എന്ന പറയുന്നത് വാക്കിനെ മനുഷ്യന്റെ ഡിഫൈൻ ചെയ്യുന്ന കോൺസെപ്റ്റ് പോലെ ഇരിക്കും. താങ്കൾ ഇപ്പം പറഞ്ഞ ഈ വാക്ക് വളരെ പ്രധാനമാണ്, നേച്ചർ ഓഫ് റിയാലിറ്റി. ഈ അതിൽ റിയാലിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? വിശ്വാസികൾ കുറെ കൂടെ വൈകാരികപരമായ ലാംഗ്വേജിൽ അതിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. ഞാൻ അതാ അല്ല നേരത്തെ അങ്ങനെ പറയാൻ നേരം ഒറ്റ ആർഗ്യുമെന്റ് ഞാൻ തിരിക്കാം. അല്ല ടേൺ ഒരു ദ ടേബിൾ. വിശ്വാസ ഞാൻ അല്ല ഒരു നിമിഷം കൊണ്ട് ദൈവം തിരിക്കാം. സൂപ്പർ സീഡ്സ് റിയാലിറ്റി എന്നല്ലേ ഇപ്പൊ ഇസ്ലാം മതമൊക്കെ എടുക്കുകയാണെങ്കിൽ ദൈവം വേറെ ദൈവം ഹാസ് ഹിന്ദു ക്രിയേറ്റഡ്. മതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷെ അക്സെപ്റ്റബിൾ അല്ല, ആയിരിക്കും, പക്ഷെ ഇത് വേറെ രണ്ട് സെമിറ്റിക് സെക്ഷനിൽ മൂന്ന് മാറുമല്ലോ. രീതികളുണ്ട്. അവർ തീയിസ്റ്റിക് ആയതുകൊണ്ട്, അതായത് മുസ്ലിം, ക്രിസ്ത്യൻ, സെമിറ്റിക് റിലീജിയൻസ് തീയിസ്റ്റിക് ആയതുകൊണ്ട് ദൈവം ആസ് എ ക്രിയേറ്റർ ആൻഡ് യൂണിവേഴ്സ് ആസ് ദി ക്രിയേറ്റഡ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ രണ്ട് സാധനങ്ങളായില്ലേ? അപ്പൊ രണ്ട് സാധനം അല്ല, റിയാലിറ്റിക്ക് അത് മേലെ വേറൊരു ശരിയോ സാധനമില്ലേ? തെറ്റോ ആണെന്നല്ല പറയുന്നത്, അത് അവരുടെ വിശ്വാസമാണ്. എന്നാൽ ഹിന്ദുക്കൾ കുറെ അല്ല കൂടെ രാഹുൽ പാൻതീയിസ്റ്റിക് ആണ്. അതെ എന്റെ രാഹുൽ വിശ്വാസം കുറെ എങ്ങനെയാണ്? കൂടെ പാൻതീയിസ്റ്റിക് ആണ്. പാൻതീസം എന്ന് രാഹുൽ പറഞ്ഞാൽ പാൻതീസ്റ്റ് ആണോ? പാൻതീസ്റ്റ് ആണ്. ഓക്കെ. പ്രകൃതി അപ്പൊ തന്നെയാണ് ദൈവം. പ്രകൃതിയിൽ അലിഞ്ഞിരിക്കുന്ന, ദൈവത്തിൽ പ്രകൃതി അലിഞ്ഞിരിക്കുന്നു, പ്രകൃതിയിൽ ദൈവം അലിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പാൻതീസമാണ്. ഹിന്ദുക്കൾ നാച്ചുറലി പാൻതീയിസ്റ്റിക് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പല കാര്യങ്ങളെയും വർഷിപ്പ് ചെയ്യാൻ പറ്റുന്നതിനോട് ഒരു റിലക്റ്റൻസും ഇല്ലാത്തത്. ഇത് എനിക്ക് ഈ തോന്നുന്നു ഒറ്റ വരി കൂടെ പറയാം. ദേവദത്ത് പോളിതീയസ്റ്റിന്ന് നാച്ചുറൽ ട്രാൻസിഷൻ ആണ് പാൻതീസം എന്ന് പറയാറുണ്ട്. ഈ പഴയ പല കൾച്ചേഴ്സും പോളിതീയത്തിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് നാച്ചുറൽ ട്രാൻസിഷൻ ആണ് പാൻതീസം. പ്രകൃതി ദൈവവാദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ഇനി അങ്ങയുടെ ആർഗ്യുമെന്റിനെ ഒരു നോച്ച് വെച്ച് തിരിക്കാം. താങ്കൾ പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ആദ്യം പറയുന്ന ബിഗ് ബാങ്, അതിലുണ്ടാകും. ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു, എവിടെ ഉണ്ടാകുന്നു എന്ന് ചോദ്യം പറഞ്ഞാൽ അതിന് ഉത്തരവില്ല. അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ ഡിസ്കാർഡ് ചെയ്യല്ലാതെ വേറെ വഴിയില്ല. ആ ചോദ്യങ്ങൾ ഡിസ്കാർഡ് ചെയ്യല്ലേ. വൈ ഡിഡ് ബിഗ് ബാങ് ഹാപ്പൻ? വൈ എന്ന് ചോദിക്കാൻ നമുക്ക് തെളിവ്. വൈ എന്ന് പറയുമ്പോൾ ഒരു അസംഷൻ ഉണ്ട്. എന്തുകൊണ്ട് ഉണ്ടാവണം എന്നുള്ള ഒരു പ്രസംഷന്റെ പുറത്താണ് വൈ എന്ന് വരുന്നത്. അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാത്തിനും റീസൺ വേണമല്ലോ. കോസൽ കണക്ഷൻ ആണല്ലോ സയൻസിന്റെ ബേസ്. കോസ്റ്റൽ റിലേഷൻഷിപ്പ് അവിടെ പൊട്ടിപ്പോകും. ബിഗ് ബാങ്ങിന്റെ ഈ എക്സെപ്ഷൻ ആണ് ഞങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത് എടുത്താൽ മതി. അതായത് ഞാൻ കൗതുകമായിട്ട് പറയുകയാണ്. ഒറ്റ കാര്യം താങ്കൾ പറയുന്നത് കോസൽ കാര്യകാരണ യുക്തിയിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, ആണല്ലോ സയൻസിന്റെ ബേസ്. അല്ല രാഹുൽ, അഗൈൻ സോറി, അതെന്തിനാണ് അതിനെ ദൈവം ആക്കണത്? അതാ പറഞ്ഞത്, അതൊരു വൈകാരികപരമായ ദൈവമാക്കണം. ഇപ്പൊ ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും ഇതാണ് സംഗതി, ഞാൻ അതിനെ ദൈവമായി കാണുന്നു. അതെ, അങ്ങനെ എന്തിനാണ് അതിനെ ആക്കണത്? അതൊരു വൈകാരികമായ ഡിസ്പൊസിഷൻ ആണ്. അതായത് അതൊരു ഇമോഷണൽ ഡിസ്പൊസിഷൻ ടുവേർഡ്സ് അക്സെപ്റ്റിംഗ് റിയാലിറ്റി. ഞാനതൊരു ഒറ്റ വരിയിൽ ഞാൻ ആർഗ്യുമെന്റ് ആയിട്ട് റീഫ്രെയിം ചെയ്യാം. താങ്കൾ ഇപ്പം താങ്കളുടെ മകനോ സഹോദരനോ അല്ലെങ്കിൽ ഒരു എത്തിയിസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സയന്റിഫിക് ക്ലാസ് എടുക്കുമ്പോ നമ്മൾ പറയും എല്ലാ കാര്യങ്ങൾക്കും കാര്യവും കാരണവും ഉണ്ടെന്നല്ലേ? അതിൽ തർക്കമില്ല. എക്സെപ്റ്റ് ബിഗ് ബാങ്. അങ്ങനെ പറയാൻ പറ്റൂ, എക്സെപ്റ്റ് ബിഗ് ബാങ്. അപ്പൊ നാളെ താങ്കളുടെ മകൻ തിരിച്ചു ചോദിക്കുകയാണ്, അച്ഛാ അതെന്താ അങ്ങനെ? ലോകത്തിൽ ബാക്കി എല്ലാ കാര്യത്തിലും അറിയില്ല. സച്ച് ഈസ് ദ നേച്ചർ ഓഫ് റിയാലിറ്റി. ഇതല്ലാതെ വേറെ എന്താ പറയാൻ പറ്റുന്നത്? ബാക്കി എല്ലാത്തിനും വാസ്തവമാണ്. ഇത് തന്നെയാണ് വിശ്വാസികൾ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിന് കൊടുക്കുന്നത്. ലെറ്റ്സ് ഗോഡ് ബി ദാറ്റ് എക്സെപ്ഷൻ. വേറെ എന്താ? അല്ല, ഗോഡ് ബിഗ് ബാങ്ങിന് മേലെയാണ്. അറ്റ്ലീസ്റ്റ് ഹിന്ദുയിസം ഞാൻ എടുക്കുന്നില്ല. പറഞ്ഞാലേ അന്ന് ബിഗ് ബാങ്ങിന്റെ ഐഡിയ ഒന്നും ഇല്ലല്ലോ. ഈ മതങ്ങൾ ഉണ്ടായ കാലത്ത് എവിടെ ബിഗ് ബാങ്ങിന്റെ ഐഡിയ? അപ്പോ ദൈവമാണ്. ഈ ദൈവം യഥാർത്ഥത്തിൽ ഒരു ബിഗ് ബാങ് ആൻഡ് ഗോഡ് ഇൻ പേഴ്സൺ ആണ്. അല്ല, അവിടെയും ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന അതിനെ ഹൈജാക്ക് ചെയ്യുന്ന ആ ഒരു ഇതിനെ എന്ത് കേട്ടല്ലോ, പറയാമോ? സോറി, ഞാൻ പറഞ്ഞത് ആ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, അതായത് ഇവിടെ എവിടെയും ഇല്ലാത്ത ഒരു സാധനത്തിനെ സോഷ്യോളജിക്കലി ഉണ്ടായ ഒരു കോൺസെപ്റ്റിനെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അതിനെ ദൈവം കഷ്ടപ്പെട്ട് വിളിക്കേണ്ട. അതിന്റെ പ്രശ്നം എന്താ അറിയാമോ? അത് പലപ്പോഴും ഇമോഷണൽ നീഡ്, സോഷ്യൽ നീഡ്, കൾച്ചറൽ നീഡ് ഇതിന്റെ ഫോർമേഷനായി വരിക. ഫിലോസഫേഴ്സ് ഒക്കെ വിശ്വസിക്കായിരിക്കും, പക്ഷെ ഇത് സാധാരണ വിശ്വാസികളുടെ പുറത്ത് ഇതൊന്നും സാധാരണ വിശ്വാസികൾ ഇതേ അല്ല. ഞാൻ അതാണ് പറഞ്ഞത്. സാധാരണ വിശ്വാസികൾക്ക് ഇപ്പൊ ഉദാഹരണം, എന്റെ അമ്മ വിശ്വാസിയാണ്. അമ്മ ഗുരുവായൂർ പോകുന്നു. ഗുരുവായൂരിലെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതിന്റെ പിന്നിൽ സ്പിനോസയുടെ ദൈവോ ഗോഡോ അവർക്ക് അവരുടെ ഇമോഷണൽ ഡിപ്പെൻഡൻസിയാണ്. പക്ഷെ അപ്പൊ അവിടെ നമ്മൾ താങ്കൾ ഇതിനെ ചേർക്കണ പോലെ എനിക്ക് തോന്നുന്നത്. അല്ലാതെ എന്താ ചെയ്യുക? ആ ഇമോഷണൽ ഡിപ്പെൻഡൻസിയോട് ചേർന്ന് നിൽക്കുകയും വിശ്വാസം അന്ധവിശ്വാസമായി പോകരുതെന്നും വിശ്വാസം എക്സ്പ്ലോയിറ്റേഷൻ ആയി പോകരുതെന്നും പറയാതെ വേറെ എന്താ ചെയ്യുക? പക്ഷെ എല്ലാവരും പറയുന്ന പോലെ ഈ സോകോൾഡ് ഈ പറഞ്ഞ പോലെ ബിഗ് ബാങ് ആണ് ദൈവം വന്നു എന്ന് വെച്ചോളൂ. അപ്പൊ പിന്നെ എല്ലാവരും ദൈവം എന്നല്ല, സ്പിനോസയുടെ ദൈവം എന്ന് പറഞ്ഞ സ്പിനോസയുടെ കാലത്തും ബിഗ് ബാങ് ഈ രീതിയിൽ കണ്ടുപിടിക്കപ്പെട്ടുകയോ എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ടോ ഇല്ല. അപ്പൊ സ്പിനോസ യഥാർത്ഥത്തിൽ പറയുന്നത്, സ്പിനോസ ഒരുതരം പാൻതീസമാണ്.
സ്പിനോസ പറയുന്നതും ഒരു തരം എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ക്ലാസ്. പക്ഷെ എന്തോ ഒരു വേർഡും കൂടെ അഡ്ജക്റ്റീവും കൂടെ ഉണ്ട്, ഞാൻ വിട്ടുപോയി. കാര്യം എന്റെ പേപ്പർ സ്പിനോസയിലായിരുന്നു. അപ്പൊ സ്പിനോസ പറയുന്നത് താങ്കളുടെ ബുക്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ അവൈലബിൾ അല്ല അത് പക്ഷെ തോന്നുന്നുണ്ട്. വേദാന്ത ഫിലോസഫി ബേസിക് വേദാന്ത. ഇതൊരു വേദാന്ത. ഓക്കെ. അപ്പം സ്പിനോസ യഥാർത്ഥത്തിൽ പറയുന്നത് ഈ പാൻതീസമാണ്. വലിയൊരു പരിധിവരെ വായിച്ചാൽ വിവേകാനന്ദനിലും ആത്യന്തികമായി പറയുന്ന ഈ പാൻതീസമാണ്. ഐൻസ്റ്റീൻ ആത്യന്തികമായി പറയുന്ന ഈ പാൻതീസമാണ്. എഗൈൻ പാൻതീസം എന്ന് പറയുന്നത് ആരാധനയാണ്. എന്തിനു വേണമെങ്കിൽ ആരാധിക്കാം, കല്ലിനെയോ മുള്ളിനെയോ, അല്ലെ? അല്ല, അങ്ങനെയല്ല. പാൻതീസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രകൃതി ദൈവവാദം എന്ന്, അങ്ങനെ ഒരു മലയാളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രകൃതി തന്നെയാണ് പാൻതീസം. പാൻ എന്ന് പറഞ്ഞാൽ പറന്ന് കിടക്കുന്ന, തീസം അങ്ങനെയല്ലേ? തീസം എന്ന് പറയുമ്പോൾ വിശ്വാസ പക്ഷെ സംബന്ധമായിട്ടുള്ള. പാൻതീസം എന്ന വാക്കുകൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഫിലിം എന്നൊക്കെ പറയുന്ന പോലെ. അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. പാൻതിയോസ് ആയിരിക്കും, പാൻതിയോസി എന്നാ വരുന്നത്. അപ്പം പാൻതീസം എന്ന് പറയുന്നത് പ്രകൃതി തന്നെ ദൈവമെന്നും ദൈവം തന്നെ പ്രകൃതി എന്നും ദൈവം പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നു എന്നോ അങ്ങനെയൊക്കെ പറയുന്ന പ്രകൃതി ദൈവവാദം. അതാണ്. അല്ല, രാഹുൽ ഇതിന്റെ എനിക്ക് മനസ്സിലായി. താങ്കളുടെ ആ ഒരു എയിം അടിപൊളിയാണ്. കാരണം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, അതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ താങ്കൾ ഒറ്റയ്ക്ക് ഇരുന്ന് വെറുതെ ഡിസോസിയേറ്റഡ് ആയിട്ട്, ഡിറ്റാച്ച്ഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ താങ്കൾ ശരിക്കും പറഞ്ഞു കേൾക്കുമ്പോൾ താങ്കൾ ഐ ഫൈൻഡ് യു സോർട്ട് ഓഫ് ആൻ ഏത്തിയസ്റ്റ് തോന്നാറുണ്ട്. ശരിയാണ്. പക്ഷെ ഞാൻ ഓണസ്റ്റ്ലി എന്റെ ഒരു പൊസിഷൻ പറയാം. ഞാൻ ഫിലോസോഫിക്കലിയും എന്താ പറയുക, ലോജിക്കലിയും സയന്റിഫിക്കലിയും ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ പാൻതീസ്റ്റ് ആണെങ്കിലും പലപ്പോഴും എനിക്ക് ഇമോഷണൽ നീഡ് വരുമ്പോൾ, സപ്പോർട്ട് വേണമെന്ന് തോന്നുമ്പോൾ, ചിലപ്പം ഗൈഡൻസ് ഇല്ലാതെ വരുമ്പോൾ ഞാനൊരു അയ്യപ്പ വിശ്വാസിയാണ്. അപ്പൊ അത് ഞാൻ തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഡെലിബറേറ്റ് സപ്രഷൻ ഓഫ് റാഷണാലിറ്റി ആണോ താങ്കൾക്ക്? അങ്ങനെയല്ല, ചാനലൈസേഷൻ ഇൻടു അനദർ മോഡാണ്. ഇതിന്റെ പ്രശ്നം നമ്മൾ പലപ്പോഴും നമ്മുടെ റിയാലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ വെച്ചാണ്. അതായത് ഡെലിബറേഷൻ സപ്രഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് അത് ഞാൻ എന്റെ വിശ്വാസി മോഡ് ഓൺ ആവുന്നു എന്നാണ്. അപ്പൊ ഉദാഹരണം ഞാൻ വളരെ സിമ്പിൾ പറയാം. അത് ഞാൻ കേട്ട കൾച്ചറിനെയും കൂടെയാണ് കേട്ടോ. ഞാനിപ്പോ ഉദാഹരണം ക്രിസ്ത്യൻ ഫാമിലിയിലോ മുസ്ലിം ഫാമിലിയിലോ ജൂത ഫാമിലിയോ ജനിച്ചെങ്കിൽ വേറെ സാധനമായിരിക്കും. എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അയ്യപ്പ എന്ന കൾച്ചറിനോടും അയ്യപ്പ എന്ന ഫിലോസഫിയോടും അയ്യപ്പൻ എന്ന സങ്കല്പത്തിനോടും ഹരിവരാസനോടും വലിയ അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ഫിലോസോഫിക്കൽ ഡിബേറ്റിന് പോകുമ്പോഴോ റാഷണൽ ഡിബേറ്റിന് പോകുമ്പോഴോ അയ്യപ്പനെ വെച്ച് തർക്കിക്കില്ല. ഞാൻ പാൻതീസവും സ്പിനോസയും, ആൽബർട്ട് ഐൻസ്റ്റീൻ അങ്ങനെ പറഞ്ഞില്ലേ, ആൽബർട്ട് ഐൻസ്റ്റീൻ എത്തീസ്റ്റ് അല്ല എന്ന് കാറ്റഗറിക്കലി പറയുന്നുണ്ട്. വാൾട്ടർ ഐസാക്സൺ, അദ്ദേഹത്തെ അതൊരു വായിച്ചാണ്. വാൾട്ടർ ഐസാക്സൺ ഐൻസ്റ്റീന്റെ ബയോഗ്രഫി ഒക്കെ എഴുതുമ്പോൾ ഐൻസ്റ്റീൻ ഐ കാറ്റഗറിക്കലി റിജക്ട്സ് മറ്റേ ദി ലേബൽ എത്തീസം എന്ന് പറയുന്നുണ്ട്. അപ്പോ അതായിരിക്കും പറയുക. പക്ഷേ ഒരു വൈകാരികപരമായ നീട് വരുമ്പോഴോ, ഇപ്പൊ ഞാൻ 5 ദിവസം നിരാഹാരം ജയിലിൽ കിടന്നു. ചില സമയങ്ങളിൽ ഭയങ്കരമായ അർജ്, വെള്ളം കുടിക്കാൻ അടക്കം വന്നു. അതായത് നമുക്ക് ബേസിക്കലി വെള്ളം കുടിക്കാതിരിക്കുന്നത് ഭയങ്കര ചലഞ്ചാണ്. മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനമാണ്. 4 ദിവസം 100 മണിക്കൂർ വെള്ളം ഇല്ലാതെ പോയി. അപ്പൊ എനിക്ക് എന്റെ അടുത്ത് വെള്ളക്കുപ്പി ഇരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ചലഞ്ച് വന്നു. അപ്പോ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സ്പിനോസയുടെ പാൻതീസം വെച്ച് എനിക്ക് എന്നെ കൺട്രോൾ. സ്പിനോസയുടെ പ്രപഞ്ചത്തിന് താളമുണ്ട്. അപ്പം ഒരു പക്ഷേ മൈൻഡ് യൂസ് ചെയ്യുന്ന ടൂൾ ആയിരിക്കാം, മൈൻഡ് യൂസ് ചെയ്യുന്ന സെൽഫ് കൺവിൻസിങ് ടൂൾ ആയിരിക്കാം, സംശയമില്ല. അല്ല, അത് ഓക്കെ. പക്ഷെ താങ്കളുടെ എക്സ്ട്രീം, അതായത് ഒരു താങ്കളുടെ നല്ല ഒരു ആരോഗ്യ ഇതിലൂടെ ഇരിക്കുന്ന സമയത്ത് താങ്കൾ ചിന്തിക്കുന്നത് അൾട്രാ റാഷണൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, അത് അങ്ങയുടെ ലാംഗ്വേജിന്റെയും കൂടെ ഞാൻ കൃത്യമായിട്ട് പറയാം. അതായത് നമുക്ക് വ്യത്യസ്ത മനുഷ്യർക്കല്ലേ വ്യത്യസ്ത മോഡുകളുണ്ട്. മൂഡ്സ് എന്നോ മോഡെന്നോ പറയാം. മോഡെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ രാഹുൽ, അതല്ല ഞാൻ ചോദിക്കുന്നത്. അത് ഓക്കെ, ഫൈൻ. അതിപ്പോ എന്താ പറയാ, അറിയാണ്ട അമ്മയെ വിളിച്ചു പോകുന്നത്, അമ്മ വന്നിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, ഞാനൊക്കെ കാല് കുലുക്കി കഴിഞ്ഞാൽ അമ്മയെ വിളിക്കുന്നത്, അതല്ലാണ്ട് നമ്മളിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഫിനാൻഷ്യലി നന്നായിരിക്കുന്നുണ്ട്, ആരോഗ്യപരമായിട്ട് നന്നായിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇരുന്ന് റാഷണലി കുത്തിയിരുന്ന് ചിന്തിക്കുന്ന സമയത്ത്, അങ്ങനെയാണ് കേട്ടോ ഞാൻ ആ ഒരു പൊസിഷൻ എടുക്കുന്നത്. കൂടുതലും എനിക്കൊരു സ്പിനോസ പാൻതീസമാണ് എന്നെ ഇന്റലക്ച്വലി അപ്പീൽ ചെയ്യുന്നതും. അതായിരിക്കാൻ ശരി. അതായത് എന്റെ മോൻ നാളെ എന്നോട് വളരെ റാഷണലി അച്ഛാ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ 9 വയസ്സേ ഉള്ളൂ, ചോദിച്ചു തുടങ്ങിയിട്ടില്ല, ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക ഈ 3 പേരായിരിക്കും. സ്പിനോസ, സയന്റിഫിക്കലി സ്പിനോസ, ഐൻസ്റ്റീൻ, നിനക്ക് കൾച്ചറൽ ഫ്ലേവർ വേണമെങ്കിൽ വിവേകാനന്ദൻ. അല്ല രാഹുൽ, അഗൈൻ സയന്റിഫിക്കലി സ്പിനോസ എന്ന് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ. അത് സയന്റിഫിക്കലി സ്പിനോസ എന്ന് പറഞ്ഞാൽ നിനക്കൊരു സയൻസിന്റെ ഫ്ലേവറിൽ ഇന്റലക്ച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഈ സയൻസ് എന്ന വാക്കിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ സയൻസ് ഡീൽസ് വിത്ത് മാറ്റർ ആണ്. അതാണ് ഞാൻ പറയുന്നത്. താങ്കൾ ആലങ്കാരിയെ കേൾക്കാൻ നല്ല രസമുണ്ട്. അല്ല, അതിന്റെ പ്രശ്നം സയൻസിന്റെ ഒരു ആ വാക്കിനെ ഡിഫൈൻ ചെയ്യുന്നതിന്റെ ലിമിറ്റേഷൻ നയിക്കുന്ന താങ്കൾ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. സയൻസ് എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നമേ, സയൻസ് എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് നോളജ് എന്നാണല്ലോ, അല്ലെങ്കിൽ വിജ്ഞാനം, അല്ലെങ്കിൽ സയൻസ് ഒരു മെത്തേഡ് അല്ലേ.
സയൻസ് രണ്ട് രീതിയിലാണ്. സയൻസ് ഇറ്റ് ആക്ട്സ് എസ് എ റെപ്പോസിറ്ററി ഓഫ് നോളജ്, അതായത് കളക്ട് ചെയ്ത്. പിന്നൊന്നുള്ളത് മെത്തഡോളജിയാണ്. ആ മെത്തഡോളജി ഷാർപ്പൻ ചെയ്ത് തീർച്ചയായിട്ടും ഫിലോസഫിക്കൽ ടൂൾസ് ഉണ്ട് അതിൽ. കാരണം ഇപ്പൊ റിപ്പീറ്റബിലിറ്റി, റീപ്രൊഡ്യൂസബിലിറ്റി, എന്താ പറയാ, നമ്മുടെ ഈവൻ കോൾ പോപ്പർ ഫാൾസിഫിക്കേഷൻ ഉണ്ട്. ഇനിയും വല്ലതും ഭാവിയിൽ ആഡ് ചെയ്യാൻ പറ്റിയാൽ നന്നായിരുന്നു. ആലോചിക്കുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് എന്തെങ്കിലും വിറ്റിക്കേറ്റാൻ പറ്റും. ഫോൾസിഫിക്കേഷൻ ഉള്ളതിൽ വളരെ റെലവെന്റ് ആണ്. കാര്യം സൈക്കോളജി ടൂൾ അല്ലേ എന്തോ കേട്ടില്ല. ഉള്ളതിലെ ഏറ്റവും ബെസ്റ്റ് ടൂൾ അല്ലേ സയൻസ് ഇസ് ദ ബെസ്റ്റ് ടൂൾ ടു അണ്ടർസ്റ്റാൻഡ് എന്താ റിയാലിറ്റി. പ്രശ്നം എന്നറിയാമോ? ഈ സയൻസിനെ ഇപ്പം കാൾ പോപ്പറിന്റെ ഫോൾസിഫൈബിലിറ്റി വരുന്നത് വരെ പലപ്പോഴും കാര്യങ്ങൾ ഈസി ആയിട്ട് മാർക്സിയൻ തിയറി വെച്ചോ ഫ്രോയിഡിയൻ തിയറി വെച്ചോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ പോപ്പറാണ് വളരെ ഇഫക്റ്റീവ്ലി അത് കാണിച്ചു തന്നത്. നിങ്ങൾക്കൊരു കാര്യം അങ്ങനെ ഫോൾസിഫൈബിൾ ആണെന്ന് കാണിക്കാൻ കഴിഞ്ഞാലേ നിങ്ങൾ വിജയിക്കൂ. ഇല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസോ മാർക്സിയൻ തത്വശാസ്ത്രങ്ങളോ വെച്ച് എന്തും എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. അതായത് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഏറ്റവും ഗംഭീരമായിട്ട് പുള്ളി പറയുന്നുണ്ട്. ഒരേ കാര്യത്തെ മാർക്സല്ല അദ്ദേഹം പറയുന്നത് ഫ്രോയിഡും അഡ്ലറും രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. മാർക്സ് കാര്യം ഒരു ബേസ് എടുത്താൽ മതി. അപ്പൊ ഈ പാരഡൈം ചേഞ്ച്, അവിടെയാണ് ഈ പാരഡൈം എന്ന വാക്ക് വരുന്നത്. പാരഡൈം ഷിഫ്റ്റ് തോമസ് കൂൻ ആണ് സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെവല്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിശ്വാസം ഒരു പാരഡൈമാണ്. അപ്പോൾ ഈ പാരഡൈമിൽ പരമാവധി അന്ധവിശ്വാസവും പരമാവധി എക്സ്പ്ലോയിറ്റേഷനും സെക്സ്പ്ലോയിറ്റേഷനും ഒക്കെ ഉണ്ട്. ഇപ്പം നാളെ ഒരാള് ഒരു സ്ത്രീയോട് പറയുകയാണ്, നീ മറ്റേ സെക്ഷൽ പൂജ ചെയ്താൽ നിനക്ക് ഗുണം കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വാസിയായ നമ്മളത് എതിർക്കണം. അപ്പം വി ഷുഡ് നോട്ട് റേസ് ആൻ ആർഗ്യുമെന്റ് ദാറ്റ് എല്ലാ വിശ്വാസങ്ങളും ഓക്കെ അല്ലേ, അത് മതസൗഹാർദ്ദമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പാടില്ല. ഇതാണ് ഇതിന്റെ കോംപ്ലക്സിറ്റി. ഞാനതുകൊണ്ട് ഒരു സജഷൻ കൂടെ പറയാം. ഞാനത് സെൽഡർ സാറിനോട് പറഞ്ഞിട്ടുള്ളതാ. ഈ നിരീശ്വരവാദികളോടൊക്കെ കൂടെ ചേർന്ന് നമുക്കൊരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം വേണം. Whereas 2 yardsticks can be the best. One, financial exploitation. Second, sexual exploitation. വിശ്വാസത്തിന്റെ പേരിൽ ഇത് നടക്കുന്നുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. വിശ്വാസികളായ രാഹുൽ അങ്ങനെ ഇപ്പൊ പറഞ്ഞാലും ഇപ്പൊ താങ്കൾ ഉന്നയിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അവിശ്വാസികളെയും കൂടെ ചേർത്ത് അല്ലെങ്കിൽ റാഷണലിസ്റ്റുകളെയും കൂടെ ചേർത്ത് പിടിച്ച് ഡിഫൈൻ ചെയ്യാന്നുള്ളതല്ലേ. പക്ഷെ അങ്ങനെ പോകുമ്പോ എവിടെ കൊണ്ടുപോയി, അതായത് ഈ സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുന്നത് ഞാൻ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ കൂടെ ചെയ്യാം. അതായത് ഇത് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാത്തതിന്റെ റീസൺ, അവർ വിശ്വസിക്കുന്നത് എല്ലാ അന്ധവിശ്വാസം തന്നെ, ഒന്ന് ഗ്രേഡ് കുറഞ്ഞ അന്ധവിശ്വാസം, ഒന്ന് ഗ്രേഡ് കൂടിയ അന്ധവിശ്വാസം. ഇതാണ് അവരുടെ ഒരു തിങ്കിങ് പാറ്റേൺ. ഈവൻ എത്തിയിസ്റ്റുകൾക്ക് പോലും ആ ആറ്റിറ്റ്യൂഡാണ്. പകരം കാൺ വി ഡിഫൈൻ superstition as something that exploits based on financial, based on sexual perversion അടക്കമുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്താലുള്ള ഗുണം എന്തെങ്കിലും ഒരു ഫിൽറ്റർ കിട്ടും. നാളെ ഇത് രണ്ടിലും ഇഷ്ടം പോലെ കിട്ടും. താങ്കൾ പറഞ്ഞ ഫിനാൻഷ്യലും മറ്റേ സെക്ഷൽ ആയിട്ടുള്ളതിലും തീർച്ചയായിട്ടും ഇതിലാണല്ലോ ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നത്. പ്ലസ് അല്ല, അത് മാത്രമല്ല മറ്റേതിലുണ്ടല്ലോ രാഹുൽ, ഈവൻ കപട വൈദ്യങ്ങളുണ്ട്. താങ്കളത് എടുക്കുന്നുണ്ടോ? അത് ഹോമിയോപ്പതി പോലുള്ള പ്രശ്നം അറിയാമോ? ഇപ്പൊ ഹോമിയോ അത് എഗെയിൻ ഒരു ഗ്രേ ഏരിയയിൽ വരും. അത് വരുമെന്ന് പറയാൻ കാരണം നമ്മുടെ നാട്ടില് ആയുഷ് മിനിസ്ട്രി തന്നെയുണ്ട്. ഇപ്പം അതൊക്കെ ഫൈൻ രാഹുൽ. പക്ഷെ ഇത് നമുക്ക് ഞാൻ എന്താ പറയാ, നമ്മൾ നോക്കണത് ഇതിന്റെ എവിഡൻസും അതിന്റെ ലോജിക്കും മെക്കാനിസവും ആണ്. അവിടെ അടുത്ത് വരാൻ പോണ പ്രശ്നം ഞാൻ പറയാം. ഇപ്പൊ ഉദാഹരണം, ആയുർവേദം ഈസ് സോ കൾച്ചറലി അക്സെപ്റ്റഡ്. അപ്പൊ ഇപ്പം അന്ധവിശ്വാസത്തിന്റെ പരിധിയിൽ ആയുർവേദത്തെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് പോലും നമുക്ക് പ്രാക്ടിക്കലി മുമ്പോട്ട് പോകാൻ നടക്കില്ല. നേരെ തിരിച്ച് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനും ഫൈനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷനും ത്രസ്റ്റ് വെച്ച് അത് പറയണ്ടേ? പ്രശ്നം ഞാൻ പറയാറില്ല, ഞാൻ അങ്ങനെ സോഷ്യലി ആക്റ്റീവ് അല്ല. പക്ഷെ താങ്കളെ പോലെ കഴിവുള്ള പറയാൻ ഗ്രേ ഏരിയ അല്ലേ? വേറെ എന്തുകൊണ്ടാ പറയുന്നതെന്ന് പറഞ്ഞാൽ ആയുർവേദം ഒരുപാട് പേർക്ക് വർക്കായിട്ടുണ്ട്. അതൊരു റിയാലിറ്റി അല്ലേ? അത് ചിന്തിക്കല്ലേ. ഒരു സ്ക്രൂ, ഞാനതൊരു ഹിന്ദുവിന് എഴുതി അയച്ചിട്ടുണ്ട്, ഒരു പബ്ലിഷ് ചെയ്യുമെന്ന് അറിയില്ല എനിക്ക്. ഞാൻ പലപ്പോഴും ഇതിനെ കാണുന്ന ഒരു സ്ക്രൂ ഉണ്ടല്ലോ, നമുക്കൊരു സ്ക്രൂ ഉണ്ടെന്ന് വെച്ചോളൂ, നടുവിൽ ഒരു ചാലുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഒരു സ്ക്രൂ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നു, ഓക്കെ, അത് അസുഖത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന വെച്ചോളൂ. അതിനെ നമ്മൾ ഊരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൂൾ ഏതാണ്? സ്ക്രൂ ഡ്രൈവർ അല്ലേ? സ്ക്രൂ ഡ്രൈവറാണ്. ഓക്കെ. അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ നഖം വെച്ച് തിരിച്ചു നോക്കാം, അല്ലെങ്കിൽ കോയിൻ വെക്കാം, വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം, അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷെ ഈ ഇതിലുള്ളതിൽ ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആ സ്ക്രൂ ചിലപ്പോ ഒരു വാഹനത്തിന്റെ ഭാഗമാണെങ്കിൽ ഇളകി തനിയെ വീഴാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അങ്ങനെ അത് അനുഭവപ്പെട്ടു. ആ രീതിയിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ എനിക്ക് ഡൗട്ട് ഉണ്ട്. വേറൊന്നും കൊണ്ടല്ല. ലിവർ ഡോക്ടറെ വെച്ച് അറിയാം. ലിവർ ഡോക്ടർ, ഞാൻ പുള്ളിയോട് ഒരിക്കൽ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അതായത് അങ്ങനെ പേര് അതെ ലിവർ ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ പ്രാക്ടിക്കൽ വശം എന്താ അറിയോ? ആയുർവേദ അടക്കം
ഓവർ ക്ലെയിമിംഗ് എന്നൊരു പ്രശ്നം ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ യോഗ പഠിപ്പിക്കുന്ന ഒരു പ്രമുഖ യോഗാചാര്യൻ, ഞാൻ പേര് പറയുന്നില്ല, വളരെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന യോഗാചാര്യൻ, ഞാൻ സംസാരിച്ചവനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു യോഗ കുറച്ചുകൂടെ നമ്മുടെ നാട്ടുകാരിലേക്ക് എങ്ങനെ എത്തിക്കാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാത്തിനും സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു സാറേ അതെങ്ങനെയാണത് പറയുന്നത്? യോഗ നന്നായി ചെയ്താൽ മാർക്ക് കൂടുതൽ കിട്ടും എന്ന് പുള്ളി പറയുന്നത്. ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് സാർ? യോഗ ചെയ്താൽ മനസ്സമാനം ഉണ്ടാവും, മനസ്സമാനം ഉണ്ടെങ്കിൽ നന്നായി പഠിക്കും, നന്നായി പഠിച്ചാൽ മാർക്ക് കിട്ടും. അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാര് ഒരു സെന്റ് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് ഈ പല സിസ്റ്റംസും ഈ ഗ്രേ ഏരിയ ആൻഡ് ഓവർ ക്ലെയിം ആണ്. പക്ഷേ ആയുർവേദം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപാട് എന്താ പറയുക ട്രീറ്റ്മെന്റ്സിലൂടെ ബെനിഫിറ്റ് നേടിയവരായിരിക്കാം, അല്ലെങ്കിൽ ആയുർവേദത്തിന്റെ തിരുമലിലൂടെ ബെനിഫിറ്റ് നേടിയവരായിരിക്കാം. അനുഭവങ്ങളാണത്. അതെ, അനുഭവങ്ങളാണ്. അവിടെയാ പറയുന്നത് ഇതിന് ഒരു കാറ്റഗറി ഡിഫറൻസ് ഇതിന് ഉണ്ടാക്കണ്ടേ. അതായത് ഉദാഹരണം കമ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു ഉദാഹരണം പറയാം. കമ്പയർ ചെയ്യാൻ കഴിയുന്ന, അതായത് ആൾദൈവങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫ്രോഡുകളുണ്ട്. പക്ഷേ ആസാറാം ബാപ്പുവിനെയും വിവേകാനന്ദനെയും ഒരേ മുഖത്തിൽ കെട്ടണം. ആസാറാം വേണമെന്നില്ല. പക്ഷെ മനുഷ്യരെ ഏത് തരം മനുഷ്യർ, അതായത് ഞാൻ എല്ലാവരും അല്ല എങ്കിലും ഏത് തരം, ഇപ്പൊ താങ്കൾ സ്പിനോസ വരെ എത്തി, അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് താങ്കളെ പുഷ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ താങ്കൾ നോട്ട് റെഡി ടു ഗോ ബിയോണ്ട് സ്പിനോസ. ബട്ട് ആ സ്പിനോസ വരെ അല്ല, അങ്ങനെയല്ല. സ്പിനോസ വരെ, അതായത് ഒരു താങ്കൾ ആ ദൈവത്തിന്റെ ചെറിയൊരു പിടി പിടിക്കുന്നുണ്ട് അവിടെ, അതാണ് സ്പിനോസ വരെ കൊണ്ടുപോകുന്നത്. അത് വിട്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് പിന്നെ ഞാനും താങ്കളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ശരിക്കുമേ ആ ഇന്റലക്ച്വലി അങ്ങനെ ഒരു സ്പേസ്, ആ ഒരു സ്പേസ് നിലനിൽക്കണ്ടേ? സയൻസിന്റെ പുറത്ത് താങ്കൾ അത് സയൻസ് ആണോ? ഇപ്പൊ ഉദാഹരണം സയൻസ് അല്ലെന്ന് പറയാൻ കാരണം സയൻസ് അല്ലെന്ന് പറയാൻ കാരണം ഇപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ ഈസ് എ ലെസ് ഓഫ് എ സയന്റിസ്റ്റ് ബിക്കോസ് ഹി ഡിഡ്ന്റ് അക്സെപ്റ്റ് എത്തീസം. എത്തീസം അക്സെപ്റ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് പുള്ളി ഒരു ലെസ് ഓഫ് എ സയന്റിസ്റ്റ് ആണോ? അല്ലല്ല, അങ്ങനെ ഞാൻ വ്യക്തി എടുക്കുന്നില്ല. അദ്ദേഹം സയന്റിസ്റ്റ് ആയിരിക്കാം, നമ്മളെക്കാട്ടിലൊക്കെ മീൻസ് എന്നെക്കാട്ടിലൊക്കെ നല്ലോണം വിവരമുള്ള ആളായിരിക്കാം. അതല്ല സംഗതി. അദ്ദേഹത്തിന്റെ ഏതാണ് പൊതുവിൽ പ്രബലന്റ് ആയിട്ടുള്ള സംഗതി? തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണോ സ്പിനോസയാണോ? തിയറി ഓഫ് റിലേറ്റിവിറ്റി ദൈവത്തെ കുറിച്ചൊരു കാര്യമല്ലല്ലോ. സ്പിനോസ എന്ന് പറയുന്ന സ്പിനോസാസ് ഗോഡ് പറയുമ്പോൾ ഏതാണ് കുറച്ചുകൂടെ സംഗതി? സ്പിനോസാസ് ഗോഡും ഇതേപോലെ കിടക്കുന്നതായിട്ടാണ് താങ്കൾ ഇപ്പൊ സ്പിനോസ ബേസിക്കലി പറയുന്ന ഗോഡ് ആൻഡ് നേച്ചർ ആർ വൺ. അതെ, പക്ഷെ അതിന് ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ രാഹുൽ. അത് ഏതെങ്കിലും ശരി, അത് വിടൂ. അപ്പൊ ഐൻസ്റ്റീൻ അങ്ങനെ പറഞ്ഞു. വേറെ ഏതെങ്കിലും ഒരു സയന്റിസ്റ്റുകൾ ഈ അദ്ദേഹത്തിന്റെ ഈ രണ്ട് വാദങ്ങളും ഉണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ട്, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ട്, അതുപോലെ സ്പിനോസാസ് ഗോഡ് ഉണ്ട്. ഇതിൽ ഈ സയന്റിസ്റ്റ് കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാർ ഇതിൽ ഏതായിരിക്കും എടുക്കുക? അങ്ങനെ ഒരു കാറ്റഗറിയെ നമ്മൾ അപ്പീൽ ചെയ്യുമ്പോൾ അപ്പീൽ ടു അതോറിറ്റി എന്ന ലോജിക്കൽ ഫാലസി അല്ലേ? ഏതുപോലെ ഞാൻ പറയാം. ഏത് സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഗോഡ് എന്ന വിഷയത്തിൽ ഒരു കൺസെൻസസ് ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ ഉണ്ടോ? ഉണ്ടെന്നൊരു, അതായത് ദൈവം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നോ ഇല്ലെന്നോ അവർ പറയുന്നില്ലല്ലോ. സൂപ്പർഫിഷ്യൽ ഇല്ല, സയൻസിൽ ഇല്ല. ഗോഡ് സയന്റിഫിക് ആയിട്ട് ഈവൻ തിയസ്റ്റിക് ഫിലോസഫേഴ്സ് വരെ കാണുന്നില്ലല്ലോ. ഞാനിപ്പോ ഈ ഇസ്ലാമിക് അവരുടെ പല ഇസ്ലാമിക് എന്ന് പറയുന്നത് പറഞ്ഞു വിചാരിക്കേണ്ട, അവരാണ് കൂടുതലായിട്ട് അവരാണ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട്. അത് അപ്പൊ അവരെന്നെ പറയണത്, ഇപ്പൊ ഹംസ സോസസ് താങ്കൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, അത് അവിടുത്തെ ഈ UK ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹമൊക്കെ പറയണത് ഈ സയൻസിനെ കൊണ്ടുവരണ്ടെന്നാ പറയണത്. അതിന് പകരം അവർ വെക്കുന്നത് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. താങ്കൾ ഫിലോസഫി ആണല്ലോ. ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ ഇതിന് ഒരു ടെർമിനേറ്റർ വരണം. ഗോഡ്, അതായത് പ്രപഞ്ചം ആരെങ്കിലും ഉണ്ടാക്കിയേ തീരുള്ളൂ. ഇപ്പോൾ അമ്മയില്ലാണ്ട കുട്ടി ഉണ്ടാവും ഒക്കെ ഉള്ള ചോദ്യത്തിലാണ് അങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നിട്ട് അവസാനം ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്നാണ് അവർ അതിനെ പറയുന്നത്, ബേസ്ഡ് ഓൺ ഇൻഡക്ഷൻ. കാരണം ഡിഡക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്കൊന്നും ഡെഡ്യൂസ് ചെയ്യാനില്ല. ത്രൂ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ് അവർ ഗോഡിനെ പ്ലേസ് ചെയ്യുന്നത്. അവര് പോലും താങ്കളെക്കാട്ടിലും സ്ട്രോങ് പൊസിഷൻ എടുക്കുന്ന ആൾക്കാരാണെന്ന് കൂടെ ആലോചിച്ചോളൂ. താങ്കൾ സ്പിനോസ വരെ ഓക്കെയാണ്, പക്ഷെ അവര് സ്പിനോസ ഒന്നുമല്ല എടുക്കുന്നത്. ക്ലിയർ ക്രിയേറ്റർ ഗോഡാണ്. അതും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് വെക്കുന്നത്. അതിന് ഒരു അനങ്ങാൻ സമ്മതിക്കില്ല. മീൻസ് താങ്കളെ വേണമെങ്കിൽ എനിക്കൊന്ന് കൺവിൻസ് ചെയ്യാൻ, പെർസ്വേസ് ചെയ്യാനും കൂടെ പറ്റും എനിക്ക്. രാഹുൽ ഫ്ലെക്സിബിൾ ആണ്. സെമിറ്റിക് റിലീജിയൻസിൽ വളരെ സ്ട്രോങ് ക്രിയേറ്റർ ഗോഡാണ്. എബ്രഹാമിലടക്കം, അത് ശരിയോ തെറ്റോ എന്നല്ല, അവരുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. എബ്രഹാം അടക്കം അവർക്ക് സ്ട്രോങ് ആയിട്ട് ആഫ്റ്റർ ലൈഫ് ബിലീഫ്സ് ഉണ്ട്. അവർക്ക് ഇഹത്തിലും, നമ്മൾ ഇഹം എന്ന് പറയുമ്പോൾ അവർ പരമെന്നോ, അല്ലെങ്കിൽ അവർക്ക് ബിയോണ്ട് ലൈഫോ അല്ലെങ്കിൽ ബിയോണ്ട് ഡെത്തോ, സ്വർഗം, അതൊക്കെ പിന്നെയും കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ട് അവര് വെർച്വൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച് അതൊന്നും എന്താ പറയാ, അത് വീണ്ടും കോംപ്ലിക്കേറ്റ് ചെയ്യണം. സ്പിനോസ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ദൈവ അവിശ്വാസിയാണ്.
മീൻസ് തെളിവില്ല. ഇപ്പൊ ആ വാക്കുകളൊക്കെ ഭയങ്കര പ്രശ്നം പിടിച്ച വാക്കുകളാണ്. എങ്കിലും നമുക്ക് തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ആ കോൺസെപ്റ്റിനെ എടുക്കുന്നില്ല. കോൺസെപ്റ്റും വെൽ ഡിഫൈൻഡ് അല്ല, വേഗാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ കോൺസെപ്റ്റാണ് കുറച്ചുകൂടെ സ്ട്രോങ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ഒരു മയപ്പെടുത്തി പറയുകയാണെങ്കിൽ സ്പിനോസ സ്കോർ എന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞാലും രാഹുലിന്റെ ആ ക്ലെയിമിനും എന്റെ ഈ ക്ലെയിമിനും യാതൊരു വിലയും കിട്ടാൻ പോകുന്നില്ല എന്നാണ് എന്റെ ഒരു വെളയുടെ അല്ല തോന്നൽ. ഞാൻ പലപ്പോഴും നേരത്തെ പറഞ്ഞ ആർഗ്യുമെന്റാ പറയാറുള്ളത്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോ, അതായത് ബാക്കി ആരോടും തർക്കിക്കണമെങ്കിലാണല്ലോ നമുക്ക് നമ്മുടെ പോയിന്റ് വിജയിക്കണം. നമ്മൾ സ്വന്തമായിട്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തയില്ലല്ലോ. അല്ല, അറിയാൻ വേണ്ടി കൂടെ തർക്കിക്കുന്നത് ഓക്കെ ഫൺ. അത് ചില സമയത്ത് ഒരു ഫണ്ണാണ്, ഒരു എന്റർടൈൻമെന്റ് ആണ്. ഞാൻ പറഞ്ഞത് നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ എത്തുന്ന കൺക്ലൂഷൻ ശരിയാണ്. സ്പിനോസയുടെ ദൈവസങ്കല്പം വേണമെങ്കിൽ പറയാം, ഒരു ഫൈൻ ട്യൂൺ ആർഗ്യുമെന്റ് എന്നോ ഇന്റലിജന്റ് ഡിസൈനും ഫൈൻ ട്യൂണും എക്സാക്ട്ലി സെയിം അല്ല. ഞാൻ ബ്രോഡ്ലി കണക്ട് ചെയ്യുന്നോണ്ട് പറയുന്നതേ ഉള്ളൂ. ഇന്റലിജന്റ് ഡിസൈനും ക്രിസ്ത്യൻ തിയോളജിക്കൽ ആർഗ്യുമെന്റ് ആണ്. അതെ, ക്രിസ്ത്യൻ തിയോളജിയിൽ റൂട്ട്സ് ഉണ്ട്. പക്ഷേ ഇന്റലിജന്റ് ഡിസൈന്റെ കുറച്ചുകൂടെ ഒരു ഇന്റലക്ച്വലി റിഫൈൻഡ് സാധനമാണ് ഈ ഫൈൻ ട്യൂൺ ആർഗ്യുമെന്റ്. പക്ഷെ എനിക്ക് അവിടെ ഒരേ ഒരു പ്രശ്നം, താങ്കൾ ഈ പറയണതിൽ താങ്കൾ പോകുന്നത് പ്രമാണത്തിന്ന് പ്രതിഭാസങ്ങളിലേക്കാണ്. ആ ഒരു പാറ്റേൺ അത്ര ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ച് പ്രതിഭാസങ്ങളെ ഈ പ്രതിഭാസങ്ങളെ എല്ലാം നിരീക്ഷിക്കുകയാണെങ്കിൽ അതൊരു ലോജിക്കൽ ഫാലസി. റെട്രോഫിറ്റിംഗ് ആണ്. താങ്കൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതൊരു ലോജിക്കൽ ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്തുകൂടെ, ഇങ്ങനെ ഇൻഡ്യൂസ് എന്നല്ല, ഇങ്ങനെ ഇൻഡക്ട് ചെയ്തുകൂടെ, ഇങ്ങനെ തിരിച്ച്. അതായത് ഈ പ്രകൃതിയിലും പ്രപഞ്ചത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ സ്ട്രക്ചർ കാണുമ്പോൾ ആ സ്ട്രക്ചറിനെയാണ് ഞാൻ ദൈവം എന്ന് വിളിക്കുന്നതെന്നാണ് ഐൻസ്റ്റീന്റെ കോട്ട്. അല്ല, സ്ട്രക്ചർ ഇല്ലായ്മ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ക്വാണ്ടം മെക്കാനിക്സിന്റെ എക്സാമ്പിൾ പറഞ്ഞത്. അവിടെ ഇപ്പൊ അറിയാലോ താങ്കൾ, ക്വാണ്ടം വേൾഡ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ക്വാണ്ടം വേൾഡ് ഈസ് അബ്സർഡ് which we are yet to understand. അതന്നെ താങ്കൾ അത് പറഞ്ഞു അറിയാണ്ട്. അബ്സർഡ് എന്നല്ലേ പറഞ്ഞത്? which we are yet to understand. എക്സാക്ട്ലി. സോ അത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ താങ്കൾ ഇപ്പൊ ഉപയോഗിച്ച ആ വാക്ക് ഇവിടെ റെസ്പെക്ടോടെ, അബ്സേർഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അത് ഒരിക്കലും സിമെട്രി ആയിട്ടോ ബ്യൂട്ടി ആയിട്ടോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അത് ക്വാണ്ടം ലെവലിലാണ്. ക്വാണ്ടം ലെവലിലെ അൾട്ടിമേറ്റ് റിയാലിറ്റി ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഇപ്പെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ആറ്റോമിക് ലെവല് സർപ്പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ക്വാണ്ടം ലെവലിനെ കുറിച്ച് കറക്റ്റ് രാഹുൽ. ഇപ്പൊ ആത്യന്തിക സത്യം എന്ന് സോക്കോൾ, ഞാൻ ആ ഒരു മതപരമായ ഭാഷ ഉപയോഗിക്കുകയാണ്. ആത്യന്തിക സത്യം അല്ലെങ്കിൽ ആത്യന്തിക യാഥാർത്ഥ്യത്തിലേക്ക് പോണ സമയത്ത് അവിടെ അബ്സേർഡിറ്റിയാണ് കാണുന്നത്. അപ്പോ ആത്യന്തികമായിട്ടുള്ള സത്യം അബ്സേർഡിറ്റി ആണെന്നാണോ പറയാൻ? സ്ട്രക്ചറിന് വിരുദ്ധമല്ല. അതാണെങ്കിൽ പക്ഷെ ക്വാണ്ടം ലെവലിൽ തൽക്കാലം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇപ്പൊ വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഇസ് തിങ്സ് ആർ there is no structure, there is no way, I mean there is no path. ഇതിന്റെ അപ്പൊ താങ്കൾ പറഞ്ഞ സ്ട്രക്ചർ കോൺസെപ്റ്റ് ഓഫ് പ്രകൃതിയിൽ നമ്മൾ കാണുന്നതിന്റെ ഒരു സർട്ടനിറ്റി ഇല്ലേ? അല്ല, നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണ് ഇങ്ങനെ പരിണമിച്ചുകൊണ്ടല്ലോ. നമ്മൾ ഫോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യണോണ്ടല്ലേ. ഇപ്പൊ നമ്മളൊരു ഈച്ചയെ പിടിക്കുകയാണെങ്കിൽ അൾട്രാ വയലറ്റ് രശ്മികളാണ് ഉപയോഗിക്കുക. അങ്ങനെയാണ് തോന്നുന്നത്. നമ്മളിപ്പോ അറ്റ്ലീസ്റ്റ് ആ ഭാഗത്ത് വർക്ക് ആവില്ലല്ലോ ഇൻ ടേംസ് ഓഫ് സ്ട്രക്ചർ. മേ ബി അവർ അണ്ടർസ്റ്റാൻഡിങ്, മേ ബി ലാക്ക് ഓഫ് അവർ അണ്ടർസ്റ്റാൻഡിങ്, ഐ ഡോണ്ട് നോ. പക്ഷേ ക്വാണ്ടം ലെവലിൽ കറന്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിസിലല്ലേ സംസാരിക്കുന്നത്. കറന്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ക്വാണ്ടം ലെവലിൽ സ്പിനോസയും ഐൻസ്റ്റീനും പറയുന്ന ഗോഡ് ഡസന്റ് പ്ലേ ഡൈസ് എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ തന്നെ തലതിരിഞ്ഞു പോയതാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ വായിച്ചിട്ട്. ഐൻസ്റ്റീൻ തന്നെ തലതിരിഞ്ഞു പോയതാണ്. ഇത് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ക്വാണ്ടം വേൾഡ് എന്ന് ഇന്ന് നമ്മൾ സ്ട്രക്ചർ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. താങ്കൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ക്ലിയർ വയലേഷൻ ആണ്. ക്വാണ്ടം വേൾഡ് പറയുന്ന കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. പ്രപഞ്ചത്തിന്റെ താളമോ പ്രകൃതിയുടെ ഭംഗിയോ ഒന്നും നിലനിൽക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ കുറച്ചൊന്ന് മൂർച്ച കൂട്ടി ഒരു ആർഗ്യുമെന്റ് ആയിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണെങ്കിൽ, ഈ ആത്യന്തിക സത്യം തന്നെ ഈ അബ്സർഡിറ്റർ മലയാളം എന്താണ്, ഒരു എത്തുംപിടിയില്ലാത്തതെന്നോ എന്താ പറയുക? ഇത് മറ്റേ ഇതിനെക്കുറിച്ച് ഈ ആർഗ്യുമെന്റ് പറയുന്ന ഫിലോസഫേഴ്സ് പറയുന്ന ആർഗ്യുമെന്റ്, ദി അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് ദാറ്റ് there is no absolute truth. അതെ, അതന്നെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു പ്രശ്നം. അതാണ് സ്ക്രോഡിഞ്ചർ കാറ്റ് ഒക്കെ താങ്കൾ പറയുന്ന പോലെ. അതായത് അബ്സല്യൂട്ട്, അങ്ങനെ ആത്യന്തിക സത്യം, ഒരു ആത്യന്തിക സത്യം ഇല്ല എന്നുള്ളതാണ്. ഐ മീൻ അത് ശരിയാണെന്നല്ല, പക്ഷെ അത് ഇറ്റ് ഈസ് വെരി ക്ലോസർ ടു നിഹിലിസം. അതൊരു അല്ല, പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് നിഹിലിസം അല്ല കേട്ടോ. ക്വാണ്ടിഫൈബിൾ ആണല്ലോ, അത് ക്വാണ്ടിഫൈബിൾ ആണ്. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലും ഈ ശരിയാണ്. അതിൽ അബ്സർഡിറ്റി ഉണ്ടെങ്കിൽ കൂടെ അതിൽ ഏതുവരെ അബ്സർഡിറ്റി ഉണ്ടെന്ന് നമുക്കൊരു പിടിയില്ല. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുമ്പോൾ കൂടെ അൺസർട്ടനിറ്റിയുടെ ഒരു സർട്ടനിറ്റിയെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടെന്ന് പറയേണ്ടി വരും. ഇതെല്ലാം നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ഈ സംസാരിക്കുന്നതെല്ലാം
ഇന്റലക്ച്വൽ, ഐഡിയ വൈസ്, ഫിലോസോഫിക്കൽ, തോട്ട് വൈസ് അതെ ലെവലിലാണ്. പക്ഷേ അതെ അതെ സാധാരണ ജനങ്ങളിലേക്ക് എത്തുമ്പോഴേ ഐ ഡോണ്ട് തിങ്ക് എന്റെ അമ്മ ഇല്ല സ്പിനോസിനെ കുറിച്ച് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടുണ്ട്. ക്വാണ്ടം ഇല്ല മെക്കാനിക്സിനെ എന്നമ്മയും കുറിച്ച് കേൾക്കില്ല, കേട്ടിട്ടില്ല എന്നമ്മയും കേട്ടിട്ടില്ല ക്വാണ്ടം ആരും കേട്ടില്ല. മെക്കാനിക്സിനെ കുറിച്ചും കേൾക്കില്ല, ഓ ഇല്ല ക്വാണ്ടം മെക്കാനിക്സ്. അപ്പൊ അവർക്ക് ഒരുപക്ഷെ ആ, ക്രമം ഉണ്ടാക്കാനോ ഒരു ആ, സോഷ്യൽ റിയാലിറ്റി ഉണ്ടാക്കാനോ ഉം. പോസിറ്റീവായി പോവാൻ ദൈവം എന്നുള്ളൊരു അല്ല അത് റൂള്. തീർച്ചയായിട്ടും അതിപ്പോ അവരിപ്പോ നമ്മൾ പഠിച്ച് എല്ലാവർക്കും ഇതൊന്നും ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രാഹുൽ. അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്. കാരണം ഓരോരുത്തരുടെ എക്സ്പോഷർ ഇപ്പൊ താങ്കൾ പല രാജ്യങ്ങളിലൊക്കെ പോയി കണ്ടു പഠിച്ചു. അല്ലാണ്ട് താങ്കൾ ഇങ്ങനെ ഇരുന്ന് എന്റെ അടുത്ത് ഇത്ര നേരം സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അത്ര ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. കറക്റ്റ് അല്ലേ രാഹുൽ? അതെ, correct. അപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ഞാൻ പലപ്പോഴും എന്റെ അമ്മയായിട്ടും വലിയച്ഛന്മാരായിട്ടും അവരൊക്കെ ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാരാണ്, 70 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. സോ നമ്മൾ അവരുടെ അടുത്തൊക്കെ സംസാരിക്കും, വളരെ മര്യാദയോടെയാണ് സംസാരിക്കുക. പക്ഷെ അവർക്കൊന്നും ഒരു എത്തുമ്പോൾ ഇത് ഇങ്ങനെയൊന്നും സംസാരിച്ചവരെ നമുക്ക് പക്ഷെ എടുത്തുകൂടിയില്ല. അത് ചെയ്യാൻ കഴിയുന്ന ശരിയാണ്. ഒരു കാര്യം കൂടി ഉണ്ട്. ആ ചെയ്യാൻ ഉം, കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഉം, ഇവര് ബാഡ് പ്രൊപ്പഗാൻഡകൾ, അതായത് വിശ്വാസം ഉം, ഒക്കെ, പക്ഷെ അന്ധവിശ്വാസത്തിലും പ്രൊപ്പഗാൻഡയിലും വീഴാതെ ഉം. പിന്നെയും ലോജിക്കിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ആ, വയലേറ്റീവ് അല്ലാത്തൊരു പാത്ത്. അല്ല ഇത് ഞാൻ എന്താ പറയാ രാഹുൽ, ഇവരെ ഒരു തരത്തിലും കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ദേ ആർ അൺപെർസുവേഡബിൾസ് എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇനി വരാൻ പോകുന്ന തലമുറ, അതായത് ഫ്രഷ് ബ്രെയിൻ, അവരെ നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നായി അവതരിപ്പിക്കാൻ പറ്റുമല്ലോ. അല്ലാണ്ട് പിന്നെയും ആ പഴയ സാധനങ്ങൾ വീണ്ടും പുഷ് ചെയ്യണോ അടുത്ത അല്ല, പക്ഷെ ജനറേഷനിലേക്ക്? അതിന്റെ തിരിച്ചല്ലേ, ആവശ്യമുണ്ടോ? ഇത് ജനറേഷണൽ ഇഷ്യൂ ആണോ? കാര്യം അല്ല പുതിയ താങ്കൾ പറഞ്ഞുവല്ലോ അവർക്കത്. അല്ല ഇത് അല്ല, നോക്കൂ, ഇപ്പൊ ഒരു ഇതൊരു 70 വയസ്സായിട്ടുള്ള ജനറേഷൻ ഒരാളെ നമുക്ക് അല്ല, പറഞ്ഞു 70 മനസ്സിലാക്കിയിരിക്കാൻ വേണ്ട, പറ്റുമോ? ഇതൊരു ജനറേഷണൽ ഇഷ്യൂവിനെ കാട്ടിയേ. ഇത് ഉം, ഞാനതാ പറഞ്ഞ, അങ്ങൊന്ന് സൈക്കോമെട്രിക്സ് ചെക്ക് ചെയ്താൽ പക്ഷേ യുൽ ബി ഇൻട്രസ്റ്റഡ്. ആ. ഇതൊരു ട്രെയ്റ്റ് പ്രത്യേകതയാണ്, ടെമ്പർമെന്റ്, ട്രെയ്റ്റ്, അല്ല ആറ്റിറ്റ്യൂഡ്. ഇതിന് ബയോളജിക്കൽ പ്രീഡിസ്പോസിഷൻ ഉണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. ഇപ്പൊ നമ്മുടെ എന്താണ് വിളയന്നൂർ രാമചന്ദ്രൻ ഒക്കെ പറയുന്ന പോലെ മണ്ടയില്, സോറി മണ്ടാന്ന് പറഞ്ഞ ഞാൻ പാലക്കാട് ഭാഷയിൽ പറഞ്ഞാണ്, ഈ തലച്ചോറിൽ ഗോഡ് സ്പോട്സ് ഉണ്ട്. ഗോഡ് സ്പോട്സ് എന്ന് പറയുമ്പോൾ അതൊരു അഗൈൻ സിംബോളിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അതായത് നമുക്ക് ഈ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് വിശ്വസിക്കുക, ബാൻഡ് വാഗൻ ഫാലസി. 10 ആൾക്കാർ പറയുന്നു, അതായത് ഒരു ജാഥ പോകുന്നു, ആ ജാഥയിൽ ഞാനും ചേരുന്നു, അത് ബാൻഡ് വാഗൻ ഫാലസി. ഇത് മനുഷ്യന് ഇൻഹറന്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ ക്ഷിപ്ര വിശ്വാസം. ഒരാൾ പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിച്ചു, നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു തൊഴിലാക്കി മാറ്റുക. അതെ, പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും ആ പറഞ്ഞാൽ ജനതയ്ക്ക് നമ്മളൊരു ഫിൽട്ടർ കൊടുക്കേണ്ട ആവശ്യമില്ലേ? അതായത് അതാ വേണ്ട, ഫിൽട്ടർ ആ ചെയ്തിട്ട് ജനത, നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോട്ടെ. അതെ, ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അപ്പം സയന്റിഫിക് അല്ലെ താങ്കൾ അത് എഗ്രി ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. ടു എ ഗ്രേറ്റ് ശാസ്ത്രീയപരമായിട്ട് എക്സ്റ്റെന്റ്, ശാസ്ത്രീയപരമായിട്ട് സാധനങ്ങളെ ഇമോഷണൽ മീൻസ് ചെക്ക് ചെയ്ത് നിർത്തിയിട്ട്. കാരണം വൈകാരികത വേണം, ഇല്ലാന്നല്ല ഞാൻ ഇല്ലാണ്ടപ്പോ മനുഷ്യൻ ഇല്ലല്ലോ. ഇല്ല, അല്ല, നമുക്ക് ഹോർമോൺസ് ഉണ്ട്, പൂർണ്ണമായിട്ട് വൈകാരികത ഉണ്ട്. ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. പകരം ഏറ്റവും അല്ല കൂടുതൽ ഈ വക സയൻസ്, കാര്യങ്ങളില് ഈ വക കാര്യങ്ങളില് കോമൺ സെൻസ്, ആ അത്തരം കാര്യങ്ങളുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ സയൻസ്, കോമൺ സെൻസ്, കുറെയെങ്കിലും അതെ ലോജിക്, അല്ലെങ്കിൽ അതെ അതെ കുറച്ചുകൂടെ കൃത്യമായിട്ട് അല്ല പറയാം, ഇപ്പൊ നമ്മള് സംതിങ് റീസണബിൾ. നമ്മൾ സ്റ്റേ ചെയ്യുമ്പോ അവിടെ നോക്കാറില്ല ഒന്നും. ചിലപ്പോ നമ്മള് അവര് ചെയ്യണത് ശരിയല്ലെങ്കിൽ കൂടെ, ഇപ്പൊ ഇടയ്ക്ക് അല്ല, ഒരു പക്ഷെ ഷുഗർ കഴിക്കുന്നത് ശരിയല്ലെങ്കിൽ കൂടെ അറിയാം ലോജിക്കലി ശരിയാണ്, ഷുഗർ വാരി തിന്നുന്നത് എനിക്ക് ശരിയല്ല. തോന്നുന്ന ഒരു പക്ഷെ കാര്യം ആ റീസണബിലിറ്റി ആണ്. ബീയിങ് റീസണബിൾ എന്നൊരു സ്പേസിലേക്ക് അവരെ കൊണ്ടുവരണം. അതെ അത് ബീയിങ് വേണം. അപ്പൊ റീസണബിൾ, നമുക്കത് ഈ ഇമോഷന്റെ ഒരു സ്പ്രെഡ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റണോ, മീൻസ് അറ്റ്ലീസ്റ്റ് ഈ വക അതിനെക്കാട്ടി കാര്യങ്ങളിലെങ്കിലും ഈസി, ഈ ഇത് വക കാര്യങ്ങളിൽ. പൂർണ്ണമായിട്ടും കുറയ്ക്കുന്നതിനെക്കാട്ടി കുറെ കൂടി ഇല്ല പൂർണ്ണമായിട്ട് കുറയ്ക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ഹോർമോൺസ് ഉണ്ടല്ലോ, ഹോർമോൺസ് ഉള്ളിടത്തോളം ഒന്നും ഇമോഷനെ ചെയ്യാൻ പറ്റില്ല. റീസണബിൾ ആയി റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അതിന് ഈ സ്പേസ് ഉണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു നോളജ് അല്ലേ മറ്റേ സ്പിരിച്വൽ നോളജിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു പൊടിക്കെങ്കിലും നല്ലത്. രണ്ടും വേണം. ഈ രണ്ടും വേണമെന്നുള്ള പ്രശ്നം ബാലൻസ് ചെയ്യാനല്ല പറയുന്നത്. കാര്യം ആ. ഐൻസ്റ്റീൻ അടക്കമുള്ളവർ ആ രണ്ടും വേണമെന്നുള്ള പ്രശ്നം എടുത്തോണ്ടാ. അല്ല ഐൻസ്റ്റീൻ അല്ല അടക്കമുള്ളവർ പറയുന്നത് ഈ പക്ഷെ നമ്മൾ ഐൻസ്റ്റീന്റെ മാത്രമല്ലല്ലോ നോക്കണം. നമ്മളൊരു ഇപ്പൊ നോക്കും, നമ്മുടെ അറിവ് തീർച്ചയായിട്ടും ഐൻസ്റ്റീൻ വലിയൊരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ എന്താ പറയാ കഴിഞ്ഞ മില്ലേനിയയിലെ ഏറ്റവും ഗംഭീര correct. കോൺട്രിബ്യൂഷൻ ആണ്. ചില്ലറയൊന്നുമല്ല. നമ്മൾ അതിനെ പരമമായ റെസ്പെക്ടോടെ തന്നെ കാണുന്നു. പക്ഷെ ഐൻസ്റ്റീൻ ഒരുപക്ഷെ ഐൻസ്റ്റീനെക്കാട്ടിലും കാര്യങ്ങൾ അറിയണവരായിരിക്കും നമ്മൾ രണ്ടുപേരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഐൻസ്റ്റീൻ ജീവിച്ച ഏറെ കൊണ്ടാണ്, അല്ലാണ്ട് അദ്ദേഹത്തിന്റെ തലത്തിനെ അല്ല. ഇപ്പൊ സോഷ്യൽ സയന്റിസ്റ്റുകളുണ്ട്, നമുക്ക് ബയോളജിസ്റ്റുകളുണ്ട്. ഇന്ന് ChatGPT പോലുള്ള സാധനങ്ങളുടെ വിരൽ തുമ്പിൽ എല്ലാം കിട്ടും. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൺസോളിഡേഷൻ ആണല്ലോ ഇന്നത്തെ. അപ്പൊ ഐൻസ്റ്റീൻ എന്ത് പറയുന്നു എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അല്ല, പക്ഷെ ഐൻസ്റ്റീൻ അത് നോളജ് relevant അല്ല, അവരുടെ അപ്രോച്ചാണ്. അതായത് ഈ കാര്യങ്ങളുടെ ഒരു അപ്രോച്ച് എന്നൊരു കാര്യം ഉണ്ടല്ലോ. സമീപനം നമ്മൾ മലയാളത്തിൽ പറയും. ആ അല്ല. സമീപനം എന്ന് പറയുന്ന ഒരു കാര്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം സോക്രട്ടീസിന് എന്റെ മകനെന്നുള്ള അറിവ് പോലും സോക്രട്ടീസിന് കാണില്ല. 9 കാര്യം അദ്ദേഹം 2500 വർഷം ജീവിച്ചിരുന്ന ആളാണ്. നേരെ തിരിച്ച് ദി ഐഡിയൽ തിങ് ഈസ് സംവെയർ അറൗണ്ട് ദി അപ്രോച്ച്. ആ അപ്രോച്ചിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട്, വെറുപ്പിക്കാത്ത, ഒരു ഹാർമണി ഉള്ള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡിസഗ്രി വിത്തൗട്ട് ഡിസ്റെസ്പെക്ട്
എന്ന് പറയുന്ന ഒരു തീർച്ചയായിട്ടും. അല്ല, attitude. രാഹുലിന്റെ നിന്ന് പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം അതാണ്. താങ്കള് പലപ്പോഴും ഈ പല ആൾക്കാരും ഭയങ്കര ഹാർഷായിട്ട് സംസാരിക്കുന്നു. താങ്കൾ എല്ലാവരെയും ഒരു എന്താ പറയാ വളരെ ശാന്തനായ ഒരു ഭാഗത്തിരുന്ന് വളരെ റെസ്പെക്ടോടെ എല്ലാവരെയും സാറിനും ചേട്ടാന്ന് വിളിച്ച് താങ്കൾ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊരു Means I ലേണിംഗും ആണ്. appreciate നമുക്ക് it. അവരെ നമുക്കതൊരു ലേൺ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. തീർച്ചയായിട്ടും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഇമാജിൻ ചെയ്തിട്ടുണ്ട് രാഹുൽ ഈശ്വർ ഫ്രം ആൻ ഏത്തിയസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ ഉണ്ടാവും. സംസാരിക്കാൻ വേണ്ടി എന്തായാലും വലിയ സന്തോഷം. ഞാൻ ഡോക്യുമെന്റ് ചെയ്യാം. ഞാൻ എന്നിട്ട് എപ്പോഴും ഞാൻ അങ്ങയുടെ പേരും കൂടെ സേവ് ചെയ്യാം. എനിക്കൊന്ന് ഒരു വാട്സാപ്പിൽ എന്തെങ്കിലും ഒരു മെസ്സേജോ എന്തെങ്കിലും ഒന്ന് ഇട്ടേക്കോ? ഓ പ്ലീസ് ഇതന്നല്ലേ താങ്കളുടെ നമ്പർ? ഒന്ന് ഇട്ടേക്കണേ. Sure. Thank you. Thank you so much, Rahul. It's been wonderful talking to you. Thank you.